പ്രിയ മകളെ ഒന്ന് വായിക്കും. 2 കൊരിന്ത്യർ 6:2. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. മനുഷ്യ ചരിത്രത്തിന്റെ ലഭ്യമായ തെളിവുകളുള്ളത് 6000 വർഷത്തെ സംസ്കാരമാണ്. 6000 വർഷത്തെ ചരിത്രത്തിൽ മനുഷ്യർ ഏറ്റവും നവോത്ഥാനത്തിൽ നിൽക്കുന്ന തലമുറയാണ് നമ്മുടെ തലമുറ. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം, വിശേഷ 2000-ന് ശേഷമുള്ള ഈ കാലഘട്ടം ഏറ്റവും സുഖകരവും സുഗമവുമായ ഒരു കാലഘട്ടം. 2 കാരണമാണ്. ഒന്ന്, ലോകം മുഴുവൻ ഏതാണ്ട് 99% രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. 2, ശാസ്ത്ര നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളാണ് നമ്മളെല്ലാവരും. ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾക്ക് കിട്ടി. സർവ്വ സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള വീട് പണിയാം, ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ പോകാം, എന്ത് ജോലിയും ചെയ്യാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടം പോലെ സമ്പാദിക്കാം, ഇഷ്ടം പോലെ ചെലവഴിക്കാം. ഇതിന് മുൻ തലമുറയ്ക്ക് ഈ അനുഭവം ഇല്ല. ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാം, ഏത് സഭയിലും ആരാധിക്കാം, ദൈവത്തെ ആരാധിക്കാതിരിക്കാം, ദൈവമില്ലെന്നും പറയാം. എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട്. തീർന്നില്ല. ശാസ്ത്രത്തിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഈ വടകോട് ഗ്രാമം എന്ന് പറയുന്നത് ലോകം വിരൽ തുമ്പിലെന്ന് പറയാം. കൊട്ടാരക്കരയിൽ നിന്ന് 6-7 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമമാണെങ്കിലും ലോകം വിരൽ തുമ്പിൽ ഇല്ലേ? ഈ ദൃശ്യമാധ്യമം കർത്താവിന്റെ ദാസന്മാർ റിലേ ചെയ്യുമ്പോൾ ഈ പ്രഭാഷണം ഈ സമയത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരുപോലെ ചെല്ലുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ കാലത്തിന്റെ ആ പ്രത്യേകത. കൊട്ടാരക്കരയ്ക്ക് സമീപത്തുള്ള സുന്ദരമായ ഒരു ഗ്രാമത്തിൽ ഈ കവലയിൽ നടക്കുന്ന ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ ഇത് ലൈവായി ഇപ്പോൾ ലോകത്തിന്റെ ഏത് സ്ഥലത്തും ഇത് ലഭിക്കത്തക്കവണ്ണുള്ള ശുചീകരണം ലോകം നമ്മുടെ വിരൽ തുമ്പിൽ. മെഡിക്കൽ സയൻസ് അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തരവയവങ്ങളായ ഹാർട്ടും കിഡ്നിയും ലിവറും എല്ലാം ഒരു കാറിന്റെ ടയർ മാറ്റിയിടുന്ന ലാഘവത്തിൽ മാറ്റിവെക്കുന്ന ഹോസ്പിറ്റലുകൾ ഗ്രാമങ്ങളിൽ പോലും. 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വായിൽ മനോഹരമായ വിധത്തിലുള്ള പ്രത്യേക സംവിധാനത്തിലുള്ള സ്പേസ് കോളനി നിർമ്മിച്ച് അവിടെ താമസിക്കുവാൻ മനുഷ്യരെ മാടി വിളിക്കുന്ന ശാസ്ത്രം. ദുഃഖങ്ങളും ഭാരങ്ങളും മാറ്റിവെച്ച് ഏത് വിധത്തിലും എങ്ങനെ സഞ്ചരിക്കാം. ഉറങ്ങാത്ത തെരുവുകൾ, ഉറങ്ങാത്ത പട്ടണങ്ങൾ, ഉറങ്ങാത്ത ഗ്രാമങ്ങൾ, വെളിച്ചം വീശുന്ന ഗ്രാമങ്ങൾ. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് അത്താഴം കഴിച്ചാൽ നാളെ വൈകുന്നേരം ഈ ഭൂമിയുടെ മറുഭാഗത്ത് പോയി നമുക്ക് അത്താഴം കഴിക്കാനുള്ള സജ്ജീകരണം. ആകാശപാത തുറന്നു കഴിഞ്ഞപ്പോൾ അടുത്തില്ലേ, വളരെ അടുത്ത് കാര്യങ്ങൾ, വളരെ അടുത്ത് സംഗതികൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഉപരിപ്ലവമായി നോക്കുമ്പോൾ വളരെ സന്തോഷം. എല്ലാ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ ഇഷ്ടം പോലെ, ഗ്രാമങ്ങളിൽ പോലും സുന്ദരമായ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുന്ന കോളേജുകൾ, ഏത് സാധനങ്ങളും കിട്ടും. കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കുഗ്രാമം ഇല്ല. സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കേരളം, എല്ലാവിധത്തിലുള്ള ഭംഗിയുള്ള നല്ല സുന്ദരമായ വീടുകൾ, ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ, ബാങ്കിൽ സമ്പാദ്യം, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അനുഭവിച്ച് സന്തോഷത്തോടെ കഴിയുമ്പോൾ ഇതിനൊരു മറുവശം നോക്കിക്കോണം. ലോകത്തിൽ ദൈവമക്കൾക്കല്ലാതെ ആർക്കെങ്കിലും സമാധാനമുണ്ടോ? വലിയ വീടുകളോ സമ്പാദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഉറക്കമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ഒന്ന് പുഞ്ചിരിക്കുവാൻ, ചിറിയൊന്ന് അനക്കുവാൻ സാധിക്കാതെ ദുഃഖത്തിന്റെ ഭാണ്ഡവം പേറുന്ന അനേകരില്ലേ? വൈദ്യശാസ്ത്രം സകല ജയക്കൊടിയങ്ങളും മുഴക്കുന്നുവെങ്കിലും ഈ ലോകം രോഗികളുടെ ഒരു കൂടാരമല്ലേ? ക്യാൻസർ മുതൽ കാർഡിയാക് അറസ്റ്റ് വരെ ഏത് സമയത്തും കാണാൻ മേലെ നിൽക്കുന്ന സുന്ദരന്മാരായ ചെറുപ്പക്കാർ കുഴഞ്ഞു വീണു മരിക്കുന്നു. മാരക രോഗങ്ങൾ കടിമയായില്ലേ? ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത വ്യക്തി ഇല്ലെന്നായില്ലേ? വൈദ്യശാസ്ത്രം തോറ്റു തൊപ്പിയിട്ട വിധത്തിലല്ലേ ക്യാൻസർ കയറി വരുന്നില്ലേ? കാർഡിയാക് അറസ്റ്റ് പിടിച്ചു നിൽക്കുന്നില്ലേ? എന്താണ് ഇതിന്റെയൊക്കെ കാരണം? പുറകെ ഞാൻ സമയം പറഞ്ഞു വരികയാണ്. ഈ ലോകം ഒരു ടേണിംഗിലേക്ക് വരാൻ പോവുകയാണ്. ഈ ലോകത്തിന്റെ സിസ്റ്റം ഈ തലമുറയിൽ മാറും. ഈ സർവ്വ സ്വാതന്ത്ര്യവും
മനുഷ്യർ അനുഭവിക്കുന്ന സർവ്വസുഖവും എവിടെയും ആരാധിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം എന്നുള്ളതായ സ്വാതന്ത്ര്യവും, എവിടെയും ജോലി ചെയ്യാം എന്നുള്ളതായ ആ സിസ്റ്റങ്ങളും കുടുംബജീവിതവും എല്ലാം ഈ തലമുറയിൽ തീരും. അത് വളരെ ഗൗരവമാണ്. ഞാനൊരു സഭയ്ക്കെതിരോ മതത്തിനെതിരോ അല്ല. ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവനിശ്വസനീയമായ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് അനികാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തെളിവുകൾ സഹിതം പറയാൻ പോകുകയാണ്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഒരുവൻ ഇന്ന് ലോകത്തിൽ 198 രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ഉൾപ്പെടെ 850 കോടി ജനങ്ങൾ, ഏതാണ്ട് 190. നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിലെല്ലാം വളരെ പ്രശസ്തി ആർജിച്ച ആളും ബഹുമാന്യനുമാണ്. എല്ലാ രാജ്യങ്ങൾക്കും അധികാരികളുണ്ട്, 198 രാജ്യം. എന്നാൽ വേദപുസ്തകം പഠിക്കുന്നു, ഇത് ഒരുവൻ എല്ലാത്തിനെയും നിയന്ത്രിച്ചു ഭരിക്കും. വായിക്കാം കുഞ്ഞെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ചിട്ട് 7-ാം വാക്യം വായിക്കണം. വെളിപ്പാട് പുസ്തകം 13-ന്റെ 1 ആദ്യം വായിക്കുക, 2-7 വായിക്കുക. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്നും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമയം ലാഭിക്കുവാൻ വിവരം പറയുവാൻ ഞാൻ വേഗം പറയാം. ഇതാണ് വേദപുസ്തകം പറഞ്ഞ മൃഗമാണ് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു, സാത്താൻ. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയും, എതിർ ക്രിസ്തു. നമ്മുടെ നാടൻ ഭാഷ അന്തിക്രിസ്തു, അങ്ങനെ ഒരു വാക്കില്ല ബൈബിളിൽ. എതിർ ക്രിസ്തു സാത്താൻ. സാത്താൻ ഒരു മനുഷ്യനിൽ പ്രവേശിക്കും. ആ മനുഷ്യനിൽ പ്രവേശിച്ച് അവൻ ഈ ലോകത്തെ ഭരിക്കും. ഒരൊറ്റ ലോകം വരും. അതിന്റെ 1-ാം മണി കഴിഞ്ഞ മാസത്തിൽ മുടങ്ങി. നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദിനപത്രങ്ങൾ വരുത്തുന്നവർ വായിച്ചു കാണും, ഇല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കുക. 2025 ജാനുവരി 23 ഒരു സംഭവം നടന്നു. 24-ാം തീയതി പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. മലയാള മനോരമക്കാർ കൊടുത്ത ഹെഡിങ് 3-ാം പേജിലാണ്, അതിരുകളില്ലാത്ത ലോകം. എന്താണെന്നറിയാമോ സംഭവിച്ചത്? സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ജനീവയിൽ ലോകരാഷ്ട്ര തലവന്മാർ വന്ന് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഏതെല്ലാം രാജ്യങ്ങളെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ലോകരാഷ്ട്ര തലവന്മാർ. ആ ഉടമ്പടി എന്താന്ന് ചോദിച്ചെന്നാൽ, അതിർത്തികളിൽ നിന്ന് സൈന്യത്തെ മാറ്റാം, അതിർത്തികൾ തുറന്നിടാം, പൗരന്മാർ യഥേഷ്ട സഞ്ചരിക്കട്ടെ. ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽമാർ ഒരാളായ മിസ് ഈവലിൻ നിസ്സി പറഞ്ഞത് എന്താണെന്നറിയാവോ? അടുത്ത തലമുറയ്ക്കുള്ള നമ്മളുടെ സമ്മാനം അതിർത്തികൾ വേണ്ട. അപ്പോൾ 2009 മുതൽ ബുദ്ധിജീവികൾ പറയുന്നു, എല്ലാ രാജ്യങ്ങളിലും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഭരിക്കട്ടെ. അപ്പോൾ ഒരു പൊതു നേതാവിനെ കണ്ടുപിടിക്കാം, ആ വ്യക്തിക്ക് വേൾഡ് റൂളർ എന്ന് പേരിടാം, അവൻ ഈ ലോകം ഭരിക്കട്ടെ എന്ന് 2009 മുതൽ പറയുകയും യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ലോകത്തിന്റെ പാർലമെന്റ് കൈയടിച്ചത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ 2000 വർഷം മുമ്പ് തിരുവചനം പറഞ്ഞു, ഒരുവൻ ഈ ലോകത്തെ ഭരിക്കും. ഒരുവൻ ഈ ലോകത്തെ ഭരിക്കും. അവന്റെ ഭരണത്തിന്റെ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ, സമയം പരിമിതമുണ്ടല്ലോ. അങ്ങനെ ഒരുവൻ ഭരിക്കണമെങ്കിൽ ഈ തലമുറയിൽ ഇവിടെ 2 സംഭവങ്ങൾ നടക്കും. അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരുവൻ, എതിർ ക്രിസ്തു എന്ന ഒരുവൻ ഭരിക്കണമെങ്കിൽ കർത്താവ് തന്നൊരു വാഗ്ദത്തമുണ്ട്, അത് നിവർത്തിച്ചേ ചെയ്യത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം വായിരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്റെ പ്രഭാഷണം കേൾക്കുന്നവരുടെ മനസ്സിലിരിക്കട്ടെ, കർത്താവായ യേശു പറഞ്ഞൊരു വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും നിങ്ങളെ വന്ന് ചേർക്കും. ആരെ ചേർക്കും? ആരാണ് ഈ നിങ്ങൾ? പുറകോട്ട് നോക്കുമ്പോൾ കാണാം, ഈ ലോകത്തിൽ 800 കോടി ജനമുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നു ഒറ്റ അപ്പന്റെ മക്കളാ. സയൻസും അത് സമ്മതിച്ചു. വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 26 വായിക്കാം.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 26-ാം വാക്യം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. ഇത് തിരുവചനം. ഇനി സയൻസിലേക്ക് നോക്കിക്കേ. ശാസ്ത്രം പറയുന്നു ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും DNA ഡെക്സിറൂബോന്യൂക്ലിക് ആസിഡ് അഥവാ DNA, നമ്മുടെ ജനിതക ഘടന മനുഷ്യരുടെ മുഴുവൻ 99.991 തീർന്നില്ല. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, പാശ്ചാത്യരുണ്ട്, പൗരസ്ത്യരുണ്ട്, പല നിറക്കാരുണ്ടെങ്കിലും സകല മനുഷ്യരുടെ തണുപ്പ് രാജ്യം, നമ്മളെപ്പോലുള്ള ഉഷ്ണരാജ്യം, അതിശൈത്യ രാജ്യം, ചുട്ടുപൊള്ളുന്ന ഗൾഫ്, പല ടെമ്പറേച്ചർ ലോകത്തിൽ പല നിറക്കാർ. പക്ഷേ എല്ലാവരുടെയും ബോഡി ടെമ്പറേച്ചർ നോർമൽ 98.4 അഥവാ 36.5. എല്ലാവരുടെയും ആവറേജ് സകല പുരുഷന്മാരുടെ ശരീരത്തിൽ 5 ലിറ്റർ രക്തം. ലോകത്തിലുള്ള സകല ആളുകളുടെ BP 70 110, ഡയസ്റ്റോളിക് 70 നോർമൽ, സിസ്റ്റോളിക് 110. മലയാളിയായാലും സായിപ്പായാലും ജപ്പാൻകാരനായാലും BP 70 110 നോർമൽ. ടെമ്പറേച്ചർ നോർമൽ. 5 ലിറ്റർ രക്തം. എല്ലാവർക്കും വിശപ്പ്, എല്ലാവർക്കും ദാഹം, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും സങ്കടം, എല്ലാവർക്കും പല പ്രതികരണം. അതിന്റെ അർത്ഥം ഒറ്റയപ്പന്റെ മക്കൾ. വേദപുസ്തകം പഠിപ്പിക്കുന്നു ഒരുവരിൽ സയൻസ് പറയുന്നു ഒരപ്പന്റെ മക്കൾ. പക്ഷെങ്കിൽ നമുക്കറിയാം ദൈവത്തിൽ നകന്നുപോയി. റോമർ 3:23 വായി. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി പറ്റിയ പ്രമാദം ദൈവത്തെ തേജസ്സോടെ കാണാൻ സാധിക്കാത്തതിന് കാരണം മനുഷ്യർ പാപിയായി. 2 വിധത്തിലുള്ള പാപം. 1 ജന്മപാപം, 2 കർമ്മപാപം. ആദാം പാപം ചെയ്തതിനാൽ മനുഷ്യർ ആദാമിന്റെ സന്തതിയാകയാൽ ആദാമിന്റെ സന്തതികൾക്കെല്ലാം ജന്മപാപം. 2 അറിഞ്ഞും അറിയാതെയും ദൈവഹിതമില്ലാത്തത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടോ, അത് കർമ്മപാപം. ഈ 2 പാപവുമാകുമ്പോൾ സ്വർഗം അതിവിശുദ്ധം, ദൈവം വിശുദ്ധിയിൽ ഭയങ്കരൻ, ദൈവം മഹാവെളിച്ചം. ആ വിശുദ്ധിയിൽ ഭയങ്കരനെ പാപം ചെയ്ത മനുഷ്യനെ വെച്ചുറപ്പിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവം ചെയ്ത പരിപാടി അത് നശിപ്പിക്കുകയല്ല. നമ്മളാണെങ്കിൽ ഒരു വസ്തു ഉണ്ടാക്കി ശരിയായില്ലെങ്കിൽ നശിപ്പിച്ചു കളയും, അല്ലേ? സഹോദരിമാര് വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നു, ഒരു ദോശയിടുന്നു, ആദ്യത്തെ ദോശ കരിഞ്ഞുപോയി, അത് ആർക്കും കൊടുക്കുകയല്ല, കളയത്തില്ല ഉള്ളോ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അതില്ലാതാക്കാം. അങ്ങനെയല്ല, ദൈവം തീരുമാനിച്ചു അതിനെ ശുദ്ധീകരിച്ച് ക്ലീൻ ചെയ്യണം. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന് വേണമെങ്കിൽ പാപം ചെയ്ത മനുഷ്യൻ ഇല്ലാതെ ചെയ്തിട്ട് വേറെ ഒരു വർഗത്തെ സൃഷ്ടിക്കാമായിരുന്നു. ഇല്ല, അവനെ ക്ലീൻ ചെയ്യണം. അതിന് ദൈവം തന്നെ ഇറങ്ങി വന്നു. യേശു എന്ന് പറയുന്ന ദൈവം തന്നെ, 2ാം ദൈവമല്ല, അതേ ദൈവം തന്നെ. എന്തിന് യേശുവായിട്ട് വന്നു? കാരണമുണ്ട്. മനോഹരമായി സദ്ഗമയ മിനിസ്ട്രീസ് ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റേജ് 3, 3, 6, 1, 7 മോളെ കൂടെ ഞങ്ങൾ 8 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഞാനേ ഉള്ളു പ്രായമുള്ളത്, ഇതെല്ലാം നല്ല ചെറുപ്പക്കാരുള്ള ആൾക്കാരാ. ഈ 8 പേരും കൂടെ ഇതിൽ നിന്ന് ഡാൻസ് ചെയ്താൽ ഇത് ഒടിയത്തില്ല. ഇതിൽ പ്രായമുള്ള ആൾ ഞാനേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല ചെറുപ്പക്കാർ കുട്ടന്മാരാ, അല്ലേ? ഇവർ 8 പേരും കൂടെ വേണേൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാം. എഴുന്നേപ്പിച്ചൊന്നില്ല, ഒന്ന് ആരാധിപ്പിക്കാം. സ്റ്റേജ് ഒടിയത്തില്ല. എന്നാൽ ഒരാനയെ ഇങ്ങോട്ടൊന്ന് കയറ്റാവൂ. ആന വരും, സ്റ്റേജില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയല്ല, പ്രപഞ്ചത്തെ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ദൈവം. നമ്മുടെ ഈ ഭൂമി തന്നെ നമുക്കറിയാം, സോളാർ സിസ്റ്റം 8 ഗോളം. നമ്മളെ 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഈ മനോഹരമായ മിൽക്കി വേയിൽ ഒരു ചെറിയ പൊട്ട നമ്മൾ. 10,000 കോടി നക്ഷത്രം. നമ്മുടെ അയൽവക്ക് അൽഫാ സെഞ്ചുറി 20,000 കോടി, അതിന്റെ അപ്പുറത്ത് ആൻഡ്രോമീഡിയ 30,000 കോടി. ഇങ്ങനെ അണ്ടകടാകം കിടക്കുക. ഇത് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ആ പരാശക്തിയായ അപ്രമേയ ശക്തി, ആ ശക്തിയിൽ വന്നാൽ ഈ ഭൂമിയില്ല. എന്നാൽ
തന്റെ സൃഷ്ടിയെ രക്ഷിക്കാൻ വരണം. അല്പം ലളിതമായ ഭാഷയിൽ ഞാൻ പറയട്ടെ. നമ്മുടെ വീട്ടിലെ മനോഹരമായ സിറ്റ് ഔട്ടിലോ വരാന്തയിലോ നമ്മൾ നിൽക്കുന്നു, അല്ലെ ഇരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുമാതിരി നല്ല ചാറ്റൽ മഴ. നമ്മുടെ കുഞ്ഞ് നമ്മുടെ കണ്ണ് വെട്ടിച്ച് മുറ്റത്തിയാടി, മഴയത്ത് വീണു. ഏതെങ്കിലും വീട്ടമ്മ വിളിച്ചു പറയുമോ, അയലോക്കത്തെ ശോശാമ എന്റെ കുഞ്ഞിനെ എടുത്തു തരാവോ, എന്റെ സാരി നനയെ, ഞാൻ ഇറങ്ങത്തില്ലെന്നൊരമ്മ പറയുവോ? ഒരു പിതാവ് പറയുവോ, ചാക്കോച്ച എന്റെ കുഞ്ഞിനെ എടുത്ത് എന്റെ ഷർട്ട് അഴുക്കാൻ ഞാൻ ഇറങ്ങത്തില്ല, ചാടി ഇറങ്ങത്തില്ലേ? അങ്ങനെയാണെങ്കിൽ മനുഷ്യർ പാപം ചെയ്തപ്പോൾ അവരെ തകർക്കാതെ അവരെ രക്ഷിക്കുവാൻ, അവരെ ക്ലീൻ ചെയ്യുവാൻ ദൈവം തന്നെ ഇറങ്ങി വന്നത് കർത്താവായ യേശു. അതൊരു സഭയുടെ ദൈവമല്ല, ഒരു മതത്തിന്റെ ദൈവമല്ല. ആകമാന മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ഏകപരിഹാരം അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ കൂടിയല്ലാതെ പാപങ്ങൾക്ക് പരിഹാരമില്ല. വേറെ മാർഗങ്ങൾ പലതുമുണ്ട്, അതൊക്കെ നല്ല വഴികളാണ്. പക്ഷെങ്കിൽ പാപം മാറണമെങ്കിൽ പാപമില്ലാത്ത രക്തം കൊണ്ട് ക്ലീൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാം, ഡയാലിസിസ് ചെയ്യും. കിഡ്നി ഫെയിലായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ 5 ലിറ്റർ രക്തം അഴുക്കാകും. നമ്മുടെ കിഡ്നിക്ക് അത് ക്ലീൻ ചെയ്യാനുള്ള കഴിവില്ല. കിഡ്നി ഫെയിലാകുന്നു. ഉടനെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പറയും ഡയാലിസിസ് ചെയ്യാം. എന്താ? രോഗിയെ കൊണ്ട് കിടത്തുന്നു. ഒരു മിഷൻ ഓൺ ചെയ്തിട്ട് ഈ രക്തം മുഴുവൻ ആ മിഷനിലോട്ട് കയറ്റും. ആ രക്തം ആ മിഷൻ ക്ലീൻ ചെയ്ത് ഇറക്കി രണ്ടാമത് കൊടുക്കും. അതാണ് ഡയാലിസിസ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നടത്തിയ സ്പിരിച്വൽ ഡയാലിസിസ് ആണ് പാപത്താൽ മലിനപ്പെട്ട മനുഷ്യ രക്തത്തെ വിശ്വാസത്തിന്റെ പൈപ്പിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വിശുദ്ധ രക്തത്തിൽ കൂടി പ്രവേശിപ്പിച്ചപ്പോൾ അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഒത്തിരി ഭാഗ്യവാന്മാരെ കുറിച്ച് നമുക്കറിയാം. നല്ല ജോലി കിട്ടുന്ന ഒരു ഭാഗ്യവാന്മാരാ, വിദേശത്ത് പോകുന്ന ഒരു ഭാഗ്യവാന്മാരാ. ഇവിടുത്തെ ഒരു MLA ആകുന്നത് ഭാഗ്യമല്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന KR നാരായണ മലയാളിയാ, ഉഴവൂക്കാരനാ, സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്നവനാ. ഇന്ത്യൻ പ്രസിഡന്റ് ആയില്ലേ? അതായത് ലോക പ്രശസ്തനായി. ഭാഗ്യമല്ലേ? അങ്ങനെ എത്രയോ പേരുടെ പേര് കേൾക്കാം. നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാഗ്യവാനല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി ലോകമാദരിക്കുന്നയാളാ, അദ്ദേഹം ഭാഗ്യവാനല്ലേ? ഇനി ലോട്ടറി അടിച്ചാലും ഭാഗ്യവാനല്ലേ? ഇതെല്ലാം ഭാഗ്യവാ. ഈ ഭാഗ്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. പ്രധാനമന്ത്രിക്ക് 5 വർഷമോ 10 വർഷം കഴിയുമ്പോൾ സ്ഥാനമൊഴിയണം. മുഖ്യമന്ത്രിക്ക് സ്ഥാനമൊഴിയണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ലഭിച്ചവൻ ഭാഗ്യവാൻ. എന്തുകൊണ്ട്? ലോകത്തിലെ ഭാഗ്യങ്ങൾ മുഴുവൻ ഇവിടെ തീരും. എത്ര പ്രശസ്തനായാലും മരിക്കും. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ഡോക്ടർ മരിച്ചു, ഞങ്ങളുടെ കുടുംബക്കാരൻ. ആ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണ് പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ KM ചെറിയാൻ എന്റെ ഫാമിലി മെമ്പറാ, ഞങ്ങളൊരു കുടുംബമാണ്. അദ്ദേഹമാണ് മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ പന്താടിയെന്നാണ് പത്രക്കാർ പറയുന്നത്. 10,000-കണക്കിന് ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്തു. 1000-കണക്കിന് ഹാർട്ട് വാൽവ് തുന്നിച്ചേർത്തു, ഹാർട്ട് മാറ്റിവെച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പത്മശ്രീ കൊടുത്ത് ബഹുമാനിച്ചു. ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായിരുന്നു. ഞാൻ കുടുംബ സംബന്ധമായി ഞങ്ങൾക്കൊക്കെ അഭിമാനം. ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ഡോക്ടർ വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമോ, 2 ആഴ്ച മുമ്പ് അദ്ദേഹം താമസിക്കുന്ന ചെന്നൈയിലാണ്. അദ്ദേഹം ഓർത്തഡോക്സ് സഭാംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കൊച്ചമ്മ ഇവാഞ്ചലിക്കൽ ചർച്ച, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം ചെന്നൈയിലാണ് സ്ഥിരം താമസം. കല്ലിശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഹോസ്പിറ്റലുണ്ട്. അദ്ദേഹം ഒരു സ്വന്തത്തിൽപ്പെട്ട ഒരാളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ബാംഗ്ലൂരിൽ പോയി. അവിടെ വെച്ച് ഒരു വൈദ്യസഹായവും കിട്ടില്ല, കുഴഞ്ഞു വീണ ആൾ മരിച്ചു. പ്രഗത്ഭനായ ഡോക്ടറായതുകൊണ്ട്
മണിപ്പാലിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. ഓൺ ദ വേ മരിച്ചു. ഏത് ലോകത്തിലെ മിടുക്കനും ഏത് ഭാഗ്യവാനും അവന്റെ ഭാഗ്യം ഈ ലോകത്തിൽ തീരുമ്പോൾ യേശുവിന്റെ രക്തം കൊണ്ട് ലംഘനം ക്ഷമിച്ചോ പാപം മറിച്ചും കിട്ടിയവർക്ക് അനുഭവം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ മാത്രമല്ല, അവർക്ക് 2 പദവി സ്വർഗം തന്നിട്ടുണ്ട്. എന്താണ് അവർക്കുള്ള പദവി? 2 പദവി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, എഫേസ്യ ലേഖനം 1:23 വായിരെ. എഫേസ്യർ 1:23. എഫേസ്യർ 1:23. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് പാപക്കറ മാറുന്നവർക്ക് കിട്ടുന്ന 2 പൊസിഷനെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. നിരവധി പൊസിഷനുണ്ട്. 2 കാര്യം പറയാം. ഒന്ന്, ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നു സഭ. നമ്മൾ പല പേരിൽ അറിയപ്പെടും. പെന്തിക്കോസുകാരെന്നോ അല്ലാത്തവരെന്നോ യാക്കോബക്കാരെന്നോ മർത്തോമക്കാരെന്നോ CSA ആരും ആയിക്കൊള്ളട്ടെ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. വചനപ്രകാരമായിരിക്കണം. അതിനിടയിൽ ഒരുപാട് കള കയറുന്ന കാലമാണ്. ആ കളയുമുണ്ട്. അത് നിങ്ങൾ പഠിച്ചാൽ കാണാം. സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് 6-7 ഉപമ തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പോയി വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ എടുക്കണ്ട, ഞാൻ തന്നെ പറയാം. ഒന്ന്, ഒരു വയലിൽ വിത്ത് വിതച്ചു. 2, അത് 100 മേനി വിറ്റി. 2, നല്ല വിത്ത് വിതച്ചു. അത് 13 കാണാം. കോതമ്പിനിടെ കള കയറി വന്നു. പിന്നെ പറയുന്നുണ്ട് സ്വർഗരാജ്യം കടുകുമണി. പിന്നീട് പറയുന്ന ഒരു സ്ത്രീ കുഴച്ചു വെച്ച പുളിച്ച മാവ്. പിന്നീട് നമുക്ക് കാണാം വയലിൽ മറച്ചു വെച്ച നിധി. പിന്നെയും കാണാം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി. പിന്നെയും കാണാം എല്ലാ വക മീനും പിടിക്കുന്ന വല. അതിൽ 2 സ്വർഗരാജ്യത്തിന്റെ ഉപമ ദൈവമക്കൾ ശ്രദ്ധിക്കുക. ഒന്ന്, നല്ല വിത്ത് വിതച്ച് സ്വർഗരാജ്യം ഓർത്തോണേ. അതിനിടെ കള കയറി വന്നു. ജോലിക്കാരി എന്ന് പറഞ്ഞു, കർത്താവേ ദേ കള, അത് ശത്രു ചെയ്തതാ, ഞങ്ങൾ പറിച്ചു കളയട്ടെ. വേണ്ട, ഇപ്പം പറിക്കാൻ പോയാ കോതമ്പം പോകും. അപ്പം പറഞ്ഞു 2 കൊയ്ത്തോളം വളരട്ടെ. അതുപോലെ തന്നെ എല്ലാ വക മീനും പിടിച്ചു. അതിനകത്ത് മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാത്ത വിഷമുള്ള മീനുണ്ട്, അത് ദൂരെ കളഞ്ഞു. അപ്പൊ സ്വർഗരാജ്യത്തിൽ വിഷമുള്ള മീനും കളയുണ്ടോ? സ്വർഗരാജ്യത്തിൽ ഇല്ല. അപ്പോൾ ആ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഭൂമിയിലെ ക്രൈസ്തവ സഭയാ. അതിനകത്ത് കള വരാൻ സാധ്യതയുണ്ട്. അത് കള വരുമ്പോൾ നമ്മളല്ല കള പറിക്കേണ്ടത്. കർത്താവ് ഇപ്പൊ നോക്കിക്കേ, എല്ലാം കൂടെ കെട്ടോടെ കെട്ടിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിച്ച് കാണും. ഒടുവിൽ പറിച്ചു കളയും. എന്നാൽ വചനപ്രകാരം ജീവിക്കുന്നവരാണ് കർത്താവിന്റെ സഭ. ആ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ, ഒരു മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും ലോങ് എൻഡ് എന്ന് പറയുന്നത് കാലിലെ നഖമാണ്. കാലിലെ നഖത്തിനൊരു പൊട്ടൽ വന്നാൽ ഉടൻ ശിരസ്സറിയും. കാലിലെ വിരലിനൊരു ചൊറിച്ചിൽ വന്നാൽ ഉടൻ ശിരസ്സറിയും. ഇല്ലേ? ന്യൂറോ സിസ്റ്റം. ഇതുപോലെ ഈ ക്രൈസ്തവ സഭയിൽപ്പെട്ട ഒരു വ്യക്തിയെ സ്വർഗം നേരിട്ടറിയും. അത് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതാ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ വരാൻ പോകുന്നത് പിശാചാണ്. അവനതെ തൊടാൻ ഒക്കത്തില്ല. അവൻ ഈ ലോകം അടച്ചു ഭരിക്കും. അതിന്റെ റിഹേഴ്സൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ അതിനകത്ത് പങ്കെടുത്തു. അവൻ ഭരിക്കും. പക്ഷെ 2 കാര്യം. ഒന്ന്, വചനം പറയുന്നു യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ. ആ വീണ്ടെടുക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്. വെറുതെ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചെന്നോ ഇന്ന കുടുംബത്തിലെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. അതിന് ദൈവ സിസ്റ്റം വെച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, മറ്റേ ബാക്കി പിന്നീട് വായിക്കാൻ പോളെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 3:1 മുതൽ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അടുത്ത വാക്യം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. വാക്യം ഞാൻ പറഞ്ഞിട്ടേ വായിക്കാവുള്ളൂ മോളെ.
നീക്കോദിമോസിനെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു യഹൂദന്മാരുടെ ഉപദേഷ്ടാവ്. അതായത് യഹൂദ മത നേതൃത്വങ്ങൾ, മഹാവിരോധന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, ഇവർക്ക് ന്യായപ്രമാണമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട അതോറിറ്റിയാണ് നീക്കോദിമോസ്. എല്ലാവരും ബഹുമാനിക്കുന്നയാളാ. അദ്ദേഹമാണ് യേശുവിന്റെ ഒരിക്കൽ വന്നത്. ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ നീക്കോദിമോസിനെ കുറിച്ച് യേശുവിന് മാത്രം അറിയാവുന്ന ഒരു മർമ്മം ഉണ്ടായിരുന്നപ്പോൾ അത് യേശു ദൈവമായതുകൊണ്ട് അറിയുന്നതാണ്. നീക്കോദിമോസ് മുമ്പ് നിൽക്കുന്നു. യേശുവിനും ഒരു കാര്യം അറിയാം, നീക്കോദിമോസിനും അറിയാം എല്ലാ സംഭവം. താൻ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരമായി കാൽവരിയിൽ യാഗമാകും. അപ്പോൾ തിരുവചനം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കാൻ പാടില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. അവന്റെ അസ്ഥികൾ ഒടിയാനും സമ്മതിക്കത്തില്ല. ദ്രവത്വം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മോർട്ടാലിറ്റി. ഒരു മനുഷ്യ ശരീരം മരിച്ചാൽ 3 മണിക്കൂർ കഴിയുമ്പോൾ ദ്രവത്വം തുടങ്ങും. 3 മണിക്കൂർ വരെ ഒരു കുഴപ്പവുമില്ല, ശാസ്ത്രം പറയുന്നു. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ 3 മണിക്കൂറിനകം മോർച്ചറിയിൽ എത്തിക്കണമെന്ന് പറയുന്നത്. കർത്താവായ യേശു കാൽവരി ക്രൂശിൽ മരിച്ച് 3 മണിക്കൂർ കഴിയുമ്പോൾ സാധാരണ വചനം ജഡം ധരിച്ചതാ. വചനം ജഡം ധരിച്ച ശരീരം തന്നെയാ. അത് യാതൊരു കാരണവശാലും മോർട്ടാലിറ്റി, ദ്രവത്വം വരാൻ പാടില്ല. അതിന് 50 കിലോ തൂക്കമുള്ള പ്രത്യേക കോമ്പൗണ്ട് കൊണ്ട് കവർ ചെയ്ത് ക്രൂശിൽ നിന്ന് ഇറക്കി 50 കിലോ കൂടെ ചുറ്റി ചുമന്നു കൊണ്ടുപോയി കല്ലറയിൽ വെക്കാൻ സ്വർഗം കണ്ടിരിക്കുന്ന ആളാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. അത് ആർക്കും അറിയാൻ മേല, നീക്കോദിമോസിനും അറിയാൻ മേല, യേശുവിന് മാത്രം അറിയാം. യേശു ദൈവമായോണ്ട് എന്റെ ഭൗതിക ശരീരം ഒരസ്ഥി ഒടിയാതെ അത് ക്രൂശിൽ നിന്ന് ഇറക്കണം. ഒരാണി ഊരുമ്പം താഴെ വരാൻ പാടില്ല. 2 പേർ ചേർന്ന് ഇറക്കണം. അത് ഈ 50 കിലോ കവർ ചെയ്യണം. ഇത് വേറെ ആരും ചുമക്കാനൊക്കത്തില്ല. 2 പേർ ചേർന്ന് കൊണ്ടുപോയി കല്ലറയിൽ വെക്കാൻ സ്വർഗം അപ്പോയിന്റ് ചെയ്തവനാ നിൽക്കുന്നത്. അവനോട് യേശു പറഞ്ഞ അടുത്തൊന്ന് വായിച്ചേ, എന്തുവാ പറഞ്ഞെന്ന് വായിച്ചേ. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നീക്കോദിമോസ്, ഇതൊക്കെ നീ ചെയ്യും, ലോകം അറിയും. പക്ഷെ നീ സ്വർഗത്തിൽ വരണമെങ്കിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാത്ത ഒറ്റ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കത്തില്ല. ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്നത് വളരെ നല്ലത്, വിശ്വാസത്തിൽ വളരുന്നത് നല്ലത്, സഭയിൽ വളരുന്നത് നല്ലത്. പക്ഷെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, വീണ്ടും ജനിച്ചെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. മാത്രമല്ല മറ്റൊരു ക്വാളിറ്റി ഉണ്ട്. ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം നോക്കിക്കേ. നിങ്ങളും ഞാനും ഒക്കെ മലയാളികളാണ്, ഇന്ത്യക്കാരാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാ. നിങ്ങളുടെ എൻ്റെ കയ്യിൽ ആധാർ ഇരിപ്പുണ്ട്. ഇന്ത്യൻ പൗരനാന്ന് തെളിയിക്കുന്ന ആധാർ. എല്ലാ രാജ്യങ്ങൾക്കും ID ഉണ്ട്. അതിൽ ഇന്ത്യയുടെ ID ആണ് ആധാർ. ആ ഒരു നമ്പറേ ഇന്ത്യയിൽ ആ ഒരാൾക്കല്ലാതെ ആർക്കുമില്ല. എൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഞാൻ അത് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. കാരണം ഞാൻ ഇന്ത്യക്കാരനാണ്. നിങ്ങളൊക്കെ ഇന്ത്യൻ പൗരന്മാരാ. ഇവിടെ നിങ്ങൾക്ക് പലർക്കും പെൻഷൻ കണ്ടേക്കാം, കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേര് പഞ്ചായത്ത് ഓഫീസിലുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഏത് സഭയിലാണേലും ആ സഭയിലെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ട്. ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്, എനിക്കും ഉണ്ട്. ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, മരിച്ചു കഴിഞ്ഞാൽ ഒരു വിലയും ഇല്ല. വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരും വിട്ടും ചർച്ച് രജിസ്റ്ററിലെ പേരും വിട്ടും ബാങ്കിൽ കിടക്കുന്ന കാശ് എടുക്കാനും ഒക്കുകയില്ല. ലോകത്തെ കേരളത്തിൽ ഏറ്റവും അധികം ബാങ്ക് ഡിപ്പോസിറ്റ് അവകാശികളില്ല കിടക്കുന്നത് തിരുവല്ലയിലാണെന്നാ. കാരണം ആരും അവകാശമില്ല, കോടിക്കണക്കിനാണ് കിടക്കുന്നത് ഈ ലോകത്തിൽ. അപ്പോൾ എനിക്കും നിങ്ങൾക്ക് പൗരത്വം തന്നിരിക്കുന്നത് അധ്യക്ഷനായ കർത്താവിന്റെ ദാസനും ഈ ദൈവദാസന്മാർക്കും വീടുകളിലും ഭവനങ്ങളിലോ വഴിയിലോ ഇവിടെയോ ഇരുന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും പൗരത്വം ഈ ഗവൺമെന്റ് തന്നിരിക്കുന്ന ശരീരത്തിനാണ്. നമ്മുടെ ശരീരത്തിനാ പൗരത്വം. ശരീരം മരിക്കുമ്പോൾ പെട്ടി കയറ്റും, ക്യാൻസൽ. എന്നാൽ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടും ജനിച്ചാൽ ആത്മാവിന് പൗരത്വം,
സ്വർഗത്തിൽ പൗരത്വം ഉണ്ടെങ്കിൽ ശരീരം വിട്ട് കഴിയുമ്പോൾ ആ പൗരത്വമുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഈ രണ്ട് യോഗ്യത, ഒന്ന് യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. രണ്ട്, സ്വർഗത്തിൽ പൗരത്വം. അവരോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കാൻ നിങ്ങളെ ചേർക്കും. കാരണം ഒരുവൻ വരാൻ പോകുന്നു ഈ ലോകം ഭരിക്കാൻ. അവൻ അടച്ചു വരിക്കും. വായിക്കാം, വെളിപ്പാട് 13:7 വായിക്കാം. വെളിപ്പാട് 13:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? ഇനി അതിന്റെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്ക് റിഹേഴ്സൽ ഉണ്ട്. ഈ പാട്ടുപാടിയ സഹോദരന്മാര് അവര് ഓടിക്കേറി പാടിയതല്ല. അവര് പല പ്രാവശ്യം പാട്ട് പാടി റിഹേഴ്സൽ ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയിലോ സ്കൂളിലോ ഒരു പ്രോഗ്രാം എടുക്കുന്നത് എങ്ങനെയാ? റിഹേഴ്സൽ ഇല്ലേ? കഴിഞ്ഞ 26-ാം തീയതി ലോക പ്രശസ്തമാണ് റിപ്പബ്ലിക്കൻ പരേഡ് ന്യൂഡൽഹിയിൽ. മാസങ്ങൾക്ക് മുമ്പ് റിഹേഴ്സൽ തുടങ്ങി. മാസങ്ങൾക്ക് മുമ്പ് അതാത് സ്റ്റേറ്റിൽ തുടങ്ങി. ഒടുവിൽ റിപ്പബ്ലിക്കിലേക്ക് ഒരാഴ്ച മുമ്പ് അവിടെ ചെന്ന് ഒറിജിനൽ അതേ സ്റ്റേറ്റിൽ കൂടെ റിഹേഴ്സൽ. എനിക്ക് ഞാൻ ഏറ്റവും രസകരമായി കാണുന്നത് ഈ അമേരിക്കയിലുള്ള ക്രൈസ്തവ വിവാഹമാണ്. അത് ഏത് ആലയത്തിൽ വെച്ച് നടന്നാലും വിവാഹത്തിന്റെ തലേദിവസം റിഹേഴ്സൽ ഉണ്ട്. അത് വിവാഹം പോലെ തന്നെ ആയിരിക്കണം. വിവാഹത്തിന് വധുവും വരനും ധരിക്കുന്ന വസ്ത്രം, തോഴമക്കാർ ശുശ്രൂഷകരാരോ അവർ അതേ വസ്ത്രത്തിൽ അതേ രീതി മാർച്ച് ചെയ്തു വരണം. അതേ ചർച്ചിലോ ഹാളിലോ സെയിം പ്ലേസ്. വിവാഹവും റിഹേഴ്സൽ തനി റിഹേഴ്സൽ വിവാഹം പോലെ തന്നെ. അവിടെ കൈപിടിപ്പിക്കുന്നില്ലെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തു ഒരുവൻ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാമെന്ന് തെളിയിച്ചു. ഞാൻ പറയട്ടെ, 800 കോടി ജനം ശാന്തമായി കേൾക്കുക. ഇവിടെ വാഹനങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല. ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 6500 സംസാര ഭാഷയുണ്ട് ലോകത്തിൽ. ഏതാണ്ട് 25 ലക്ഷം കൾച്ചർ, സംസ്കാരം. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മുടെ കൊച്ചു കേരളം 5 കൾച്ചറാണ്. ഉത്തര കേരളം, മധ്യ കേരളം, ദക്ഷിണ കേരളം, പശ്ചിമ കേരളം, കിഴക്കൻ കേരളം. സംസാരത്തിൽ പോലും വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൊട്ടാരക്കര പ്രദേശത്തെ മലയാളമല്ല ഞങ്ങൾ സംസാരിക്കുന്നതിൽ അല്പം വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ തെക്കോട്ട് ചെന്ന് കഴിയുമ്പോൾ പ്ലാം കുറച്ചുകൂടെ മാറും. തൃശ്ശൂർ ചെല്ലുമ്പോൾ കംപ്ലീറ്റ് മാറും. പല കൾച്ചർ. ധനവാന്മാരുണ്ട് ലോകത്തിൽ. ശ്രദ്ധിക്കണേ, 800 കോടി ജനം. കറുത്തവർ, വെളുത്തവർ, വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ശാസ്ത്രജ്ഞന്മാർ, ബിസിനസ്സുകാർ, കൃഷിക്കാർ, ഉദ്യോഗാർത്ഥികൾ, പാസ്റ്റർമാർ, ആത്മീയർ, അനാത്മീയർ എല്ലാം ഉണ്ട്. സകലരെയും 30 രൂപ വിലയുള്ള സോപ്പിന്റെ കൊമളയെ അതിജീവിക്കാൻ കഴിയാത്ത കൊറോണ വൈറസ് ഒറ്റ കൊടക്കീഴി നിർത്തിയോ? തൊട്ടു മുമ്പിൽ വരച്ച് കാണിക്കാം. ആ കൊറോണ വൈറസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ തുണി കഴുകുന്ന സോപ്പിന്റെ കൊമളയെ അതിജീവിക്കത്തില്ല. അത്രയ്ക്കേ ഉള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം ഒറ്റ കൊടക്കീഴിൽ മനുഷ്യർ വന്ന് കാണിച്ചു തരാം. ഒന്ന്, ലോകം മുഴുവൻ യാത്ര ബ്ലോക്കായോ? എല്ലാവരും അനുഭവിച്ചുള്ള ചിന്തിച്ചേ. ഈ റോഡുകൾ 24 മണിക്കൂറും വിജനമായോ? 2200 ഫ്ലൈറ്റ് പോകുന്ന അമേരിക്കയിലെ ജോർജിയയിലെ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് മുതൽ 4 പ്ലെയിനോ 5 പ്ലെയിനോ പോകുന്ന ഇന്ത്യയിലെ ജമ്മുവിലെ എയർപോർട്ട് വരെ ശൂന്യം. 200-300 ബോഗികൾ വലിച്ചുകൊണ്ട് പോകുന്ന അമേരിക്കയിലെ ട്രെയിൻ പാളവും 25-40-30 ബോഗി വലിക്കുന്ന ഇന്ത്യയിലെ റെയിൽ പാളവും ഉൾപ്പെടെ ലോകത്തിലെ മുഴുവൻ റെയിൽ പാളങ്ങളും ശൂന്യം. കാൽനട യാത്ര സമ്മതിച്ചില്ല. ശരിയാണോ? വീട് വിട്ടിറങ്ങിയോ? ബന്ധങ്ങൾ ഒലഞ്ഞോ? സകലവരുടെയും ആഘോഷങ്ങൾ വിരാമമിട്ടോ?
ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ കൾച്ചർ. സ്വന്തക്കാരോ സുഹൃത്തുക്കളോ കൂട്ടുകാരോ വല്ലപ്പോഴും ഒന്ന് കൂടി ഒന്ന് ചേരുക, ഭക്ഷണം കഴിക്കുക, സന്തോഷിക്കുക. തീർന്നോ? സകല ഹോട്ടലുകളും അടച്ചു പൂട്ടിയോ? അനുഭവിച്ചോ? ഞാനും നിങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടില്ലേ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അതിഥികളായി ആരെങ്കിലും വീട്ടിൽ വന്നോ? നമ്മൾ പോയോ? ആരെങ്കിലും വരാൻ തുടങ്ങി നമ്മളെ മനസ്സിൽ പറഞ്ഞില്ലേ ഇപ്പോഴാണോ വരാൻ നേരം? പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും കൊറോണ വന്നെങ്കിൽ അവർക്ക് ഭക്ഷണം 3 മാസ്കും വെച്ച് കൊണ്ടുപോയി വീടിന്റെ വരാന്തെ ഭിക്ഷക്കാരനെ വെച്ച് ചോടിപ്പോന്നോ? ശ്രദ്ധിച്ചോ നിങ്ങൾ? 3 മാസ്കും വെച്ചിട്ട് ഗ്ലൗസ് വിട്ട് ഭിക്ഷക്കാരന് കൊണ്ട് കൊടുക്കുന്ന പോലെ വീടിന്റെ വരാന്തെ കൊണ്ട് വെച്ചിറങ്ങി വീട്ടിൽ വന്നേച്ച് വിളിച്ചു പറഞ്ഞ് ചോറ് ഇരിപ്പുണ്ട് അവിടെ എടുത്ത് കഴിച്ചോളാൻ. ശരിയാണോ? ഏറ്റവും ദുഃഖകരമായ കാര്യം പറയാം, സകല മതങ്ങളുടെയും ആരാധന അടച്ചുപൂട്ടിയോ? ക്രൈസ്തവ മതമെന്നല്ല, സകല മതങ്ങളുടെയും ദൈവത്തെ ആരാധിക്കുന്നത് സ്റ്റോപ്പായോ? ഇനി പുറമേ കേട്ടാ വളരെ സന്തോഷം, അതിന്റെ അകത്തെ ചിന്ത എവിടെയാ ജോലി? അത് വർക്ക് ഫ്രം ഹോം. എന്നാ സന്തോഷം അല്ലേ? വർക്ക് അറ്റ് ഹോം. ലോകത്തിലെ സകല രാജ്യങ്ങളും അനുശാസിക്കുന്നത് ഒരു ദിവസം 8 മണിക്കൂർ ജോലിയാ. വർക്ക് ഓൺ ഹോം എത്ര? എന്റെ പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ IT-യിൽ വർക്ക് ഓൺ ഹോം ആണെങ്കിൽ അവർക്കറിയാം 8 പോയിട്ട് 16 തീരുകയില്ല. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാൽ ഒറ്റ ഇരിപ്പിരുന്നാൽ ശരീരം, ബുദ്ധി, മനസ്സ്, ബന്ധങ്ങൾ തീർന്നോ? കുഞ്ഞിന് പാൽ കൊടുക്കണ്ട, ഭർത്താവിന് ചായ കൊടുക്കണ്ട, ഭാര്യയെ അന്വേഷിക്കത്തില്ല. രാവിലെ 6 മണിയായപ്പോ കമ്പ്യൂട്ടറെ കയറി രാത്രി 9 ആകുമ്പം ഒരു മതയാൻ ഇറങ്ങി വരുന്നത് പോലെ, മാനസിക രോഗി ഇറങ്ങി വരുന്ന പോലെ കട്ടിലേൽ മലന്ന് വീണിട്ട് രാവിലെ എഴുന്നേറ്റോ? സത്യമാണോ? ഞാനൊരു മതത്തിനെയോ സഭയോ ഒന്നും പറയാനല്ല വന്നിരിക്കുന്നത്. ഈ തലമുറയിൽ സംഭവിക്കാൻ പോകുന്ന നേരിട്ട് നിങ്ങളെ കാണിക്കുക. തീർന്നില്ല, ബന്ധങ്ങൾ തകർന്നില്ലേ? സ്വന്തം ഭാര്യയുടെ മൃതശരീരം ഒന്ന് കാണാൻ അനുവദിച്ചോ? പണം കയ്യിൽ ഇഷ്ടം പോലുണ്ട്, പക്ഷെ അപ്പൻ മരിച്ചു, ആൾ ഗൾഫിൽ, ഏത് പ്ലെയിനിലും വരാൻ കാണാൻ പണമുണ്ട്, പക്ഷെ ഫ്ലൈറ്റ് ഇല്ല, കാണാൻ സാധിച്ചില്ല. കേരളത്തിൽ തന്നെ വടക്ക് ഈ താമസിക്കുന്നു, തെക്ക് മരിച്ചു, വരാൻ മാർഗമില്ല. വന്നാലോ കൊറോണ സംഭവിച്ച മരിച്ചതെങ്കിൽ നീല പ്ലാസ്റ്റിക് ഇട്ട് നോക്കിക്കേ, സിപ്പിനി ചെയ്ത് കത്തിച്ചു വിട്ടില്ലേ? പെറ്റ കുഞ്ഞിനെ ഒന്ന് നോക്കി കാണാൻ, ഇഷ്ട ഭാര്യയ്ക്ക് ഒരു ചുംബനം കൊടുക്കാൻ, ഭർത്താവിന് ഒരു ചുംബനം കൊടുക്കാൻ അനുവദിക്കാതെ തിന്ന ഒരു കാലം വന്നോ? സ്നേഹം മുറിച്ചറുത്തു മാറ്റിയോ? സത്യമാണോ? ബന്ധങ്ങളെല്ലാം തീർന്നില്ലേ? അപ്പോൾ 30 രൂപ വിലയുള്ള സോപ്പിന്റെ കൊമളയെ അതിജീവിക്കാൻ കഴിയാത്ത ഈ ഒരു കൊറോണ വൈറസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോർമാറ്റ് ഇട്ട് എല്ലാവരെയും നിയന്ത്രിച്ചെങ്കിൽ ഒരുവൻ സകല ഗോത്രത്തിന്മേലും ജാതിമേലും വംശത്തിന്മേലും ഭാഷമേലും അവൻ അധികാരം ലഭിക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. വെളിപ്പാട് 13:1 വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമവും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 7 വാക്യം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. 10 കാര്യങ്ങളുടെ അവസാനമായി ഈ തലമുറ. പ്രായമല്ല ഞാൻ പറയുന്നത്, ദിസ് ജനറേഷൻ. 2024 25 ജാനുവരി 24 അതിർത്തികൾ തുറക്കാം എന്ന് ഒപ്പിട്ടെങ്കിൽ ഒരുവൻ ഭരിക്കാൻ വരുന്നതിന്റെ 1-ാം പണിയാ. നമുക്കറിയാം, സ്കൂളിലൊക്കെ ഫസ്റ്റ് ബെൽ, സെക്കൻഡ് ബെൽ, തേർഡ് ബെൽ. 1-ാം മണി അടിച്ചു. 10 കാര്യങ്ങളുടെ അവസാനമായി ഈ തലമുറ. 1, ദൈവത്തിന് മനുഷ്യനോടുള്ള മൃദുല സമീപനം ഈ തലമുറയിൽ തീരും. മനുഷ്യൻ ദൈവനിഷേധം കാണിക്കുന്നു, ദൈവനിഷേധം പ്രവർത്തിക്കുന്നു, കൊടും പാപം ചെയ്യുന്നു. എന്താ ദൈവം അനങ്ങാത്തത്? അനങ്ങാപ്പാറയാണോ? ശക്തിയില്ലാഞ്ഞിട്ടാണോ? അല്ല, ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞു. വായിക്കാം, പുറപ്പാട് 34:5 വായിക്കാം. പുറപ്പാട് പുസ്തകം 34:5. മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, യഹോവ കൽപ്പിച്ചത് എന്തെന്നാൽ. പുറപ്പാട് പുസ്തകമാണ് എടുത്തത്.
34:5. അപ്പോൾ യഹോവ അത് വായിച്ചേ. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, നിങ്ങളെ കുഞ്ഞു മോടെ പേരെന്നാ? ബിബിൻ. വെരി നൈസ് റെഡി. ഞാൻ പറഞ്ഞിട്ടേ ബാക്കി വായിക്കാവുള്ളൂ. യഹോവ എപ്പോഴാ പറഞ്ഞതെന്ന് കേട്ടോണം. 30 ലക്ഷം ജനത്തെ 1.25 കിലോമീറ്റർ ആഴമുള്ള ചെങ്കടൽ കീറി മാറ്റി ഇക്കരെ കൊണ്ടുവന്നു. അത് വെറുതെ അല്ല വന്നത്. ലോകത്തിലെ സമുദ്രശാസ്ത്രജ്ഞന്മാർ ചെങ്കടൽ റിസർച്ച് ചെയ്ത ചെങ്കടലിന്റെ അടിയിലെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് കണ്ട് ഞാൻ ദൈവത്തെ ചാടിത്തുള്ളി സ്തുതിച്ചു. കടലിന്റെ അടിയെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കെല്ലാം അറിയാം, ഇതുപോലെ ഫ്ലാറ്റ് ഒന്നുമല്ല കടലിന്റെ അടി. 5-6 കിലോമീറ്റർ പൊക്കമുള്ള മലകളുണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്, ഗർത്തങ്ങളുണ്ട്. തീർന്നില്ല, മുഴുവൻ നമ്മുടെ ഒരു കണ്ടത്ത് നമുക്ക് ചവിട്ടാനൊക്കത്തില്ല. അങ്ങനെയാണ് ഈ കടലിന്റെ അടി മുഴുവൻ ചതുപ്പ. നമ്മുടെയൊക്കെ കണ്ടമുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചവിട്ടിയാൽ നമ്മുടെ കാല് പുതഞ്ഞ് താഴെ വരും, ഇല്ലേ? അപ്പൊ കടലിന്റെ അടിയോ? എന്നാൽ ഗവേഷണം നടത്തിയവർ കണ്ടുപിടിച്ചത് കേൾക്കണമോ? ഈജിപ്തിന്റെ പഴയ തലസ്ഥാനം കെയ്റോയല്ല, ലക്ഷോർ എന്ന് പറയും. അവിടുന്ന് ഇവർ ഇറങ്ങി പുറപ്പെട്ടത്. സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് തീരം വരെയുള്ള സ്ഥലം ചെങ്കടൽ. നമ്മൾ ഇരിക്കുന്ന ഈ നാൽക്കവലയുണ്ടല്ലോ, ഇതിന്റെ ഒരു 4 മടങ്ങ് വീതിയിലുള്ള സ്ഥലം. ശ്രദ്ധിച്ച് കേട്ടോണം ദൈവമക്കളെ, കംപ്ലീറ്റ് ഫ്ലാറ്റ്. ഒരു കുഴിയില്ല, ഒരു കുന്നുമില്ല. തീർന്നില്ല, അവിടെ മാത്രം വെള്ള പഞ്ചസാര മണൽ. ലോകത്തിൽ വേറെ ഒരിടത്തുമില്ല. ഇതെങ്ങനെ വന്നു? സമുദ്രമുണ്ടാകട്ടെ എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മുൻനിർണയത്തിൽ പറഞ്ഞു, കാലാന്തരത്തിൽ എന്റെ 30 ലക്ഷം ജനം ഫറവോനെ പേടിച്ച് ഓടിപ്പോകുമ്പോൾ ചതുപ്പിനകത്ത് വീഴരുതേ. ഒരാൾ വീണാ മതി, അപകടം ഉണ്ടാകും. ഒരമ്മച്ചിയോ ഒരപ്പച്ചനോ, പ്രായമുള്ള ഒരു അപ്പച്ചനോ ഒരു അമ്മച്ചിയോ ഒരു കുഞ്ഞോ ചെളിയിൽ വീഴാതിരിപ്പാൻ ഈ 30 ലക്ഷത്തിന് ഓടാൻ പഞ്ചസാര മണൽ വിരിച്ച ദൈവമാ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വഴിയൊരുക്കുന്നവനാണ്. അവൻ ആഴിയിൽ വഴിയൊരുക്കും. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെള്ള പഞ്ചസാര മണൽ വിരിക്കുന്നവനാ. അങ്ങനെ ഇക്കരെ കയറ്റിയിട്ട് ദൈവത്തിന്റെ വിരലുകൊണ്ട് കൽപ്പന എഴുതി കൊടുത്തിട്ട് അതൊന്ന് വായിച്ച് കേൾക്ക പോലും ചെയ്യാതെ അതിനെ നിഷേധിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞ വിഗ്രഹത്തെ തോളിൽ കൊണ്ട് നടന്ന് ഡാൻസ് ചെയ്തപ്പോൾ ഈ 30 ലക്ഷത്തെ നശിപ്പിക്കാമായിരുന്നു. ആ ദൈവം പറഞ്ഞു, കേൾക്ക്, ഇനി ശ്രദ്ധിക്കേ. ഇനിയുമായിരുന്നു 34:5. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ 10 കാര്യങ്ങളുടെ സമാപനമായി ഈ തലമുറ. 1, ദൈവത്തിന് മനുഷ്യനോടുള്ള മൃദുല സമീപനം. അതാണ് ഈ ദൈവ നിഷേധം, ഈ കൊടുംപാപം, ഈ ഹീനപ്രവൃത്തിയൊക്കെ മനുഷ്യൻ ചെയ്തിട്ടും ദൈവം കൈയും കെട്ടിയിരിക്കുകയല്ല. വായിക്കാം. അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, യഹോവ കരുണയും കൃപയുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, 1000-1000-ത്തിനും ദയ പാലിക്കേണ്ടവൻ, അടുത്ത വാക്യം, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ. ഇതാണ് ദൈവത്തിന്റെ മൃദുല സമീപനം. സോഫ്റ്റ് ഡീലിംഗ് ഓഫ് സോവറിൻ ഗോഡ്. ദൈവത്തിന് മനുഷ്യനോടുള്ള 10 കാര്യങ്ങളുടെ അവസാനമായി ഈ തലമുറ, അതാണ് ആന്റി ക്രൈസ്റ്റ് കയറി വരാൻ പോകുന്നത്. ദൈവത്തിന് മനുഷ്യനോടുള്ള മൃദുല സമീപനം ഈ തലമുറയിൽ തീരും. 2, കർത്താവിന്റെ ദാസൻ ടാർസൻ തോമസും ലോകത്തിൽ അദ്ദേഹത്തെ പോലെ അനേക ദർശനമുള്ളവർ 24 മണിക്കൂർ സുവിശേഷം ഘോഷിക്കുന്നു. ആ അവസരം ഈ തലമുറയിൽ തീരും. ഈ തലമുറ കഴിഞ്ഞാൽ ലോകത്തിൽ ക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷം ഘോഷിക്കാൻ സാധിക്കത്തില്ല. 3, 1 രൂപ പോലും കൊടുക്കാതെ ഏത് കൊടുംപാവവും ക്ഷമിച്ച് ദൈവകൃപയിലാക്കി സ്വർഗത്തിൽ പൗരത്വം നൽകുന്ന ദൈവത്തിന്റെ കൃപയുടെ കാലം ഈ തലമുറയിൽ തീരും. അതാണ് ഞാൻ പറഞ്ഞത്, സുപ്രസാദ കാലം. 4, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ തലമുറയിൽ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും. ക്രൈസ്തവ സഭയല്ല, വചനപ്രകാരം സത്യ ഉപദേശത്തിൽ നിൽക്കുന്ന സഭ ഈ തലമുറയിൽ എടുക്കപ്പെടും.
5 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്നും ഈ തലമുറയിൽ എടുക്കപ്പെടും. ഈ ഭൂമിയുടെ ഇന്നത്തെ നിലനിൽപ്പിന്റെ കാര്യം ശാസ്ത്രത്തിന്റെ മിടുക്കല്ല, സയൻസിന്റെ മിടുക്കല്ല, ആറ്റം ശക്തിയല്ല, ധനത്തിന്റെ ശക്തിയല്ല. ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ എവിടെയാണ്? ഒരു വസ്തുവിലല്ല. ദൈവത്തിന്റെ കൃപയുള്ള രക്ഷയുടെ അനുഭവമുള്ള ദൈവമക്കളിൽ മാത്രമേ ഉള്ളൂ. അവർ മാറ്റുമ്പോൾ പരിശുദ്ധാത്മാവ് മാറും. 6 അടുത്തതിന്റെയൊക്കെ അടയാളം നിങ്ങളുടെ മുമ്പിൽ കാണും. ഞാൻ പറഞ്ഞു വരിക, മനുഷ്യന്റെ ഫാമിലി ലൈഫ് ഈ തലമുറയിൽ തീരും. നമുക്ക് മറ്റുള്ളവരെക്കാൾ, മറ്റ് സൃഷ്ടികളെക്കാൾ സ്റ്റാറ്റസ് ഉള്ളത് സൗന്ദര്യവും ബലമൊന്നും അല്ല. മൃഗങ്ങൾക്ക് നമ്മളെക്കാൾ ബലമുണ്ട്, പക്ഷികൾക്ക് നമ്മളെക്കാൾ സൗന്ദര്യമുണ്ട്. എന്നാൽ നമ്മളുടെ മനോഹരത്വം നമ്മുടെ ഫാമിലി ലൈഫാ, കുടുംബജീവിതം. ഈ മീറ്റിംഗ് 9:30-9:00 തീർന്നാൽ അടുത്ത എന്റെ ലക്ഷ്യം ഹോട്ടലിൽ പോകാനല്ല, നേരെ വീട്ടിലോട്ട്. നിങ്ങളുടെ എല്ലാ ലക്ഷ്യം അങ്ങനെ തന്നെയല്ലേ? ഒരു ഫാമിലി ഉണ്ട് അല്ലേ? 4 മണിക്ക് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടാൽ പമ്പരം വരുന്നതല്ല വീട്ടിലോട്ട് വരുന്നത്. എന്താ? പപ്പ, മമ്മി. ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മ ഓഫീസ് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ചാടി ബസ്സിലോ സ്കൂട്ടറിലോ കാറിലോ കയറി ഓടി വരുന്നത് എങ്ങോട്ടാ? ഷോപ്പിങ്ങിനല്ല, വീട്ടിലോട്ട്. ഒരു ഗൃഹനാഥൻ ജോലി കഴിഞ്ഞാൽ ഒറ്റ പിടിപ്പില്ല വീട്ടിലോട്ട്. അതാണ് ഫാമിലി. കെട്ടിടമല്ല, വീടല്ല, ഹോം, ഭവനം. വീട് കല്ലും മരവും കൊണ്ട് പണിയുന്നതാ, ഹോം സ്നേഹം കൊണ്ട് നിർമ്മിക്കുന്നതാ. കുടുംബജീവിതം, അടയാളങ്ങൾ കാണിച്ചു തരാം. കുടുംബജീവിതം ഈ തലമുറയിൽ തീരും. മറ്റ് സൃഷ്ടികളെക്കാൾ നമ്മളെ മനുഷ്യരെ മേച്ചരമാക്കുന്ന മനുഷ്യന്റെ വിശുദ്ധിയ, അത് ഈ തലമുറയിൽ തീരും. പരിശുദ്ധാത്മാവ് മാറും. ഈ ലോകത്തിലെ സകല ഭരണാധികാരികൾക്കും അവരുടെ രാജ്യത്തിന്മേലുള്ള പരമാധികാരി ഈ തലമുറയിൽ തീരും. അവരുടെ എല്ലാം മേലൊരു സർവാധികാരി, ടൈറൻ, പിശാച്, എതിർ ക്രിസ്തു വരും. 9 സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതിന്റെ ഈ സിസ്റ്റം മാറും. സൂര്യൻ രാവിലെ ഉദിക്കത്തില്ല. 3 മണിക്കൂർ കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ നേരം വെളുക്കാൻ തുടങ്ങും. മഴ കിട്ടത്തില്ല. കിട്ടും രക്തമഴ. എല്ലാം പറയാൻ സമയമില്ല. രക്തമഴ പെയ്യും. അന്ന് ചായ കുടിക്കുന്ന വെള്ളത്തിലല്ല, അന്ന് ചായ കുടിക്കുന്ന രക്തത്തിൽ ചായ കുടിക്കേണ്ടി. വായിച്ചേ, വെളിപ്പാട് 8:7 വായിച്ചേ. ചില വാക്യങ്ങൾ മാത്രം ഞാൻ വെറുതെ പറഞ്ഞു വിടുകയല്ല. ശാസ്ത്രീയ തെളിവുകളും തിരുവചനത്തിലെ തെളിവുകളാണ് ഈ പറയുന്നത്. വെളിപ്പാട് 8:7. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞു. ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. അടുത്ത വാക്യം, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒരു സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി. കടൽ രക്തമായാൽ കരയിൽ രക്തം വരും. എന്റെ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം ഇവിടുന്ന് വരുന്നതാ, കടലിനടിയിൽ കൂടെ വരുന്നതാ. കേരളത്തിൽ കൊല്ലം, ഞങ്ങളുടെ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഈ 4 ജില്ലകളിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് രക്തമഴ പെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. എന്റെ വീട്ടിൽ എന്റെ കട്ടിങ്ങിരിപ്പുണ്ട്. ഞങ്ങളുടെ കോട്ടയത്തെ കുട്ടികൾ ആ രക്ത സാമ്പിൾ എടുത്തു. കൊല്ലം ജില്ലയിലെ കുട്ടികൾ എടുത്തു. ചോരമഴ പെയ്തതിന്റെ സാമ്പിൾ അവർ MG യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തു. ലോകത്തിലെ പല രാജ്യങ്ങളിലും പെയ്തു. അവിടെ എല്ലാ സ്റ്റുഡൻസ് അയച്ചു കൊടുത്തു യൂണിവേഴ്സിറ്റിക്ക്. അഭിമാനത്തോടെ പറയാം, നമ്മുടെ MG യൂണിവേഴ്സിറ്റിക്കാർ ആദ്യം കണ്ടുപിടിച്ച സംഭവം. അവരെന്നാ പറഞ്ഞെന്നറിയാമോ? ആകാശപ്പാറ ആകാശത്തിൽ പൊട്ടിയാൽ അതിനകത്തുനിന്ന് രാസവസ്തു ഭൂമിയിൽ ആകാശത്തിൽ വന്നാൽ എവിടെ ഈർപ്പമുണ്ടോ അത് രക്തമായി വരും. എങ്കിൽ ആ കൊച്ചു വായിച്ച കേട്ടോ, രക്തം ആകും. ഭൂമിയുടെ സിസ്റ്റം മാറും. ഈ ചൂട് മാറാൻ പോവുക. ഇതുകൊണ്ടൊന്നും ആയില്ല, ഒന്നുമില്ലത്. 70-80 ഡിഗ്രി ചൂട് വരുമെന്ന് ശാസ്ത്രം ഭയപ്പെടുന്നു. ഇന്ന് 30-38 ഉള്ളൂ. വെളിപ്പാട് 16:8 വായിച്ചേ. ചൂട് പൊള്ളുവോ നോക്കിക്കേ. വെളിപ്പാട് 16:8. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തീ കൊണ്ട് മനുഷ്യനെ ചുടും. അങ്ങനെ പ്രകൃതി മാറും. 9 10 കാര്യം മതി. 10 കാര്യങ്ങളുടെ അവസാനം. 1 ദൈവത്തിന്റെ മൃദുല സമീപനം.
2 വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ. 3 സുവിശേഷം ഘോഷിക്കാനുള്ള അവസരം. 4 സൗജന്യമായി നിത്യജീവൻ പ്രാപിക്കാൻ രക്ഷപ്പെടാനുള്ള അവസരം. 5 കുടുംബജീവിതം. 6 വിശുദ്ധി. 7 പരിശുദ്ധാത്മാവ് മാറും. 8 ലോകത്തിലെ ഭരണാധികാരികൾക്ക് പരമാധികാരം മാറും. 9 ശ്രദ്ധിക്കണമല്ലോ, ഹല്ലേലൂയ, കാലാവസ്ഥ മാറും. 10 മനുഷ്യന്റെ സംസ്കാരം മാറും. സകല രാജ്യങ്ങളിലെ ഈ സംസ്കാരം മാറും. ഇന്ന് ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു, 3 ഡിഗ്രി കൂടുതലായിരുന്നു ഞങ്ങളെ അറിയിച്ചത് കോട്ടയം ജില്ലയ്ക്ക്. പക്ഷെങ്കിൽ 5:06 ചൂടിന്റെ ശക്തി കുറഞ്ഞു. ഇതുപോലെ മനുഷ്യന്റെ സംസ്കാരം മാറുന്നത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോണം. ഞാനൊരു മതത്തെയോ സഭയോ ഒന്നും പറയാനില്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറയാനാ. മനുഷ്യന്റെ കൾച്ചർ മാറുന്ന കണ്ടോണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ശ്രേഷ്ഠരാക്കുന്ന കുടുംബജീവിതമാണ്. കുടുംബജീവിതം ഇതുപോലെ വിവാഹമോചനം പെരുകിയ ഒരു കാലമുണ്ടോ? സത്യമല്ലേ? ദൈവം കൂട്ടിച്ചേർത്തവരെ മനുഷ്യർ വേർപിരിക്കരുതെന്നല്ലേ? നമ്മുടെ ചുറ്റിലും നമ്മുടെ രക്തബന്ധങ്ങളിൽ പോലും ഇല്ലേ ചതിവിന്റെയും വഞ്ചനയുടെയും തിക്തഫലം? വിവാഹമോചനം പെരുകുന്നുണ്ടോ? 2 അടുത്തത് വേദപുസ്തകം അനുശാസിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരമ്മയുടെ മക്കൾ അല്ലെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരമ്മയുടെ മക്കളല്ലാത്ത സഹോദരനും സഹോദരിയും അല്ലാത്ത പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് താമസിച്ചാൽ പാപം. എന്നാൽ ആധുനിക ലോകം, ഇന്ത്യ ഉൾപ്പെടെ പറയുന്നു ഒരു കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് ഒന്നിച്ച് താമസിക്കാം. അതിനൊരു ഓമന പേരുണ്ട്, ലിവ് ടുഗദർ. ഒന്നിച്ച് താമസിച്ചോളാൻ. പേര് ഭർത്താവാണോ? അല്ല. ഭാര്യയാണോ? അല്ല. പിന്നെ അതിനൊരു ഓമന പേര് എന്നാ അറിയാവോ? പാർട്ട്ണർ, പങ്കാളി എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയെ വെച്ച് ഒന്നിച്ചു കൂടി 1000 ചെല്ലുമ്പോൾ ഒന്നിനെ ഇട്ടേച്ച് പോകാം. സംഭവിക്കുന്നുണ്ടോ? സംസ്കാരം മാറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. 1 കുടുംബജീവിതം, ഫാമിലി തകരുന്നു. 2 വിവാഹമില്ലാത്ത കുടുംബജീവിതം. 3 അനേക ചെറുപ്പക്കാർ വിദ്യാസമ്പന്നർ മിടുമിടുക്കരാ, കല്യാണം വേണ്ട. 35-40. ശരിയാണോ പാസ്റ്ററെ? ദുഃഖസത്യമല്ലേ? വിവാഹം വേണ്ട. അടുത്തത് അതിനേക്കാൾ ഹീനം, സോദോമ്യ പാപം എന്ന് പറയും വേദപുസ്തകം. ഏറ്റവും ഹീനമായ പാപമാണ് സോദോമ്യ പാപം. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമല്ലാതെ പുരുഷന്മാർ തമ്മിലും സ്ത്രീകൾ തമ്മിലും ലൈംഗിക ബന്ധം പുലർത്തി ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന സ്വവർഗ വിവാഹം. അത് ലോകത്തിൽ പെരുകിയോ? ലോകത്തിൽ സ്വവർഗ വിവാഹം പെരുകിയോ? സോദോം ഗൊമോറ എന്നാണ് ഇതിന്റെ പേര് വേദപുസ്തക ഭാഷ. സോദോമിലെ പാപത്തിന് ദൈവം ആകാശത്ത് തീക്കുണ്ടം കൊണ്ട് കത്തിച്ചെങ്കിൽ ഈ സംസ്കാരം മാറിയോ? അടുത്തത് മാതാപിതാക്കളോട് ഭയവും സ്നേഹവുമില്ലാത്ത പുതിയ തലമുറ. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും ഇല്ലാത്തൊരു പുതിയ തലമുറ. മക്കളെ ഭയപ്പെടുന്ന മാതാപിതാക്കൾ. ശരിയാണോ? നിങ്ങളൊന്ന് നോക്കിക്കേ, സംസ്കാരം മാറുന്ന കണ്ടോ? അപ്പനും അമ്മയ്ക്കും മക്കളെ വഴക്ക് പറയാൻ പേടിയാ. ഒന്നിലും അവൻ തിരിഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ അവൻ വേറെ വല്ല ഒപ്പിക്കും. അച്ചടക്കമില്ല. ഞാൻ സാരസ്യ ഭാഷത്തെ നിങ്ങൾക്കൊരു സത്യമായിട്ടൊക്കെ പറയാം. എനിക്ക് 87 വയസ്സുണ്ട്. കോട്ടയത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിലെ വീട്ടിലെ കോട്ടയംകാരുടെ ഒരു ഇഷ്ടപലഹാര പുട്ട്. ആഴ്ചയിൽ ഓരോ ദിവസമേ കാണത്തുള്ളൂ പുട്ട്, ബാക്കി വേറെ പലഹാരമാണ്. പുട്ട വിശേഷം. അപ്പൊ പുട്ടുണ്ടാക്കുന്ന അന്ന് പഴം മേടിക്കാൻ എന്നെയും ചേട്ടനെയും കൂടെ വിടത്തുള്ളൂ. ആൺപിള്ളേരെ പെൺപിള്ളേരെ വിടത്തില്ല കടയിൽ അന്ന്. ഇന്ന് പെൺപിള്ളേരെ വിടണ്ട, നിങ്ങൾ ക്ഷമിക്കണം. അവർ സ്കൂട്ടറെടുത്ത് അവർ തന്നെ പോയി മേടിച്ചുകൊണ്ട് വരും. അല്ലേ മോളെ? ചേട്ടനെ എന്നെയും കൂടെ വിടും. അന്ന് ഈ ഇന്ത്യൻ രൂപയല്ല. എൻ്റെ ചെറുപ്പത്തിൽ തിരുവിതാംകൂർ ചക്രവാ. 28 ചക്ര 1 രൂപ. അതിൽ 1/4 ചക്ര ഉണ്ട്, 1 പടല പഴം കിട്ടും. ആ 1 പടല പഴം മേടിക്കാൻ ഞാൻ മാടക്കടക്കാരനെ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ നാരങ്ങാ മുട്ടായി ഓഫറും ഉണ്ട്. എന്നിട്ട് പ്ലാസ്റ്റിക്കിലൊന്നുമില്ല, വട്ടയെന്ന് ഒരു മരം ഉണ്ട്, അതിൻ്റെ ഇലയിലാണ് പൊതിഞ്ഞു തരുന്നത്.
അത് മേടിച്ച് അന്നത്തെ കാലം ഒരു മൈലൊക്കത്തെ മാവിലിട്ട് മാങ്കിലിട്ട് എയറൊക്കെ എറിഞ്ഞ് റോഡേ കാണുന്ന പട്ടിക്കിട്ട് ഒന്ന് കൊടുത്ത് ഈ പഴവും കൊണ്ട് വീട്ടിലോട്ട് വരുമ്പം മുറ്റത്തെ അല്ലെ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചേട്ടനും എൻ്റെ കൂടെ വരുമ്പം വീടിന് വരുമ്പം വരാന്തയിൽ അപ്പൻ, പിതാവ്, അച്ഛൻ, അപ്പച്ചൻ, അച്ചായൻ രാവിലെ ഇരുന്ന് പത്രം വായിക്കുക. ഇത് കാണുമ്പോൾ ചേട്ടനും അതിനും കൂടെ പറയും, ആണ്ട്ര അച്ചായൻ, അച്ഛൻ, അപ്പച്ചൻ ഇരിക്കുന്നു, നമുക്ക് അതിലേ പോകണ്ട, നമുക്ക് അടുക്കള വഴി കയറി പോകാം. എന്താ പിതാവ് ഇരിക്കുന്നിടത്തോടെ പോകാൻ ഒരു പേടി, ബഹുമാനം. ഇന്നങ്ങനല്ല. പിള്ളേർ വഴം കൊണ്ടുവന്ന് അപ്പം പറയാണ്ട് അവന്മാർ വരുന്ന പറഞ്ഞ് പുള്ളി സ്കോട്ടറെടുത്ത് തലമിടും. മാതാപിതാക്കളെ അനുസരണമില്ലാത്തൊരു തലമുറ. സംസ്കാരം പറയുന്ന കേരളത്തിന്റെ എന്റെ കണക്ക് ലഭിച്ചത് 35,000 മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോ മക്കളോ നോക്കാൻ ആളില്ലാതെ വൃദ്ധസദനത്തിൽ കിടക്കുന്നു. നട്ടല്ലേ ഒന്നും ബാത്റൂമിൽ വീണ് ഒരാന്റിയെ പോയി ഇന്നലെ ഞാൻ കണ്ടു. സ്ഥലമൊന്നും പറയത്തില്ല. നരകം ഈ ഭൂമിയിലുണ്ട്. അതാ ഒരു ആന്റി കിടക്കുക, പൈസ കൊടുത്ത് നോക്കുക. എവിടെയാ? വറചട്ടി കിടക്കുന്നല്ല, കിടക്കുന്ന ചൂടിനകത്ത്. ആരുമില്ല നോക്കാൻ. ഇല്ല. അതാ സ്നേഹബന്ധം തീർന്നു. തലമുറ മാറുന്നത് കണ്ടോ? ബന്ധങ്ങൾ ഒഴിഞ്ഞു. ഇനി നോക്കിക്കേ, സ്വഭാവത്തിൽ ഏറ്റവും വലിയ ബിസിനസ് ലോകത്തിൽ നടക്കുന്ന എല്ലാ രാജ്യങ്ങളിലും, ഞാൻ പറഞ്ഞ സംസ്കാരം മാറുക. ആ ബിസിനസ് കമ്പ്യൂട്ടർ ബിസിനസ് ഒന്നും അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് മയക്കുമരുന്ന് വ്യാപാരം. അത് നിയന്ത്രിക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കുന്നില്ല. എലിമെന്ററി ക്ലാസ്സിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ അറിവ്, പ്രൈമറി ക്ലാസ്സിൽ സ്ട്രോബെറിയുടെ ടേസ്റ്റിലുള്ള മയക്കുമരുന്നാണ് മുട്ടായി ആയിട്ട് കൊടുക്കുന്നത്. സ്ട്രോബെറിയുടെ കളറിലും സ്ട്രോബെറിയുടെ രുചിയുമുള്ള മുട്ടായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊടും വിഷം. മയക്കുമരുന്നുകൾ ലോകം മുഴുവൻ വർദ്ധിച്ചോ? മായം ചേർക്കാത്ത വസ്തുവുണ്ടോ? വല്ല ഉളുപ്പുണ്ടോ മായം ചേർക്കാൻ? ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്കയിലെ ടെക്സാസിലായിരുന്നപ്പം ഒരു സഹോദരൻ ഞാൻ കണ്ടില്ല, പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവിന്റെ ദിവസം വേറെതായിരുന്നു. ബ്ലസൻ എന്ന പേര്, റാന്നിക്കാരനാണ്. അവിടുത്തെ ഷാരോൺ സഭയിലെ അംഗമാണ്. ബ്ലസനും ഭാര്യയും 35 വയസ്സേ ഉള്ളൂ. അവർക്ക് വലിയ മോഹം കേരളം വന്ന് കാണാൻ. അങ്ങനെ ഒരു 2 ആഴ്ചത്തേക്ക് ഇവിടെ വന്നു. ഇവിടെ എല്ലാം വന്ന് തിരിച്ചവരങ്ങ് വന്നു. വന്നു കഴിഞ്ഞ് 3-ാം ദിവസം അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2 പേരെയും സീരിയസ് ആയി. ഹെപ്പറ്റൈറ്റിസ് ബി കൂടി. അവർ കണ്ടുപിടിച്ചു വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. ബ്ലസനെ ചോദ്യം ചെയ്തപ്പോൾ ബ്ലസൻ പറഞ്ഞു, കേൾക്കണോ, കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തിരിച്ച് കൊച്ചി എയർപോർട്ടിൽ വന്ന് കയറുന്നിടം വരെ എന്റെ സ്വന്തം വീട്ടിലെ റാന്നിയിലെ കിണറ്റിലെ വെള്ളം പോലും ഞാൻ കുടിച്ചില്ല. ഞാൻ ബോട്ടിൽ വെള്ളമാണ് മേടിച്ച് കുടിച്ചത്. എവിടുന്ന് വന്നുവോ? ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ദൈവഗത മറ്റൊന്നായിരുന്നു. സഹോദരൻ മരിച്ചുപോയി. മായം ചേർക്കാൻ ഏതിലും മായം. അഴിമതിയുടെ ഉത്സവമാണോ? ആർക്കെങ്കിലും സുരക്ഷിതത്വമുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ ഒരു നല്ല വാർത്ത കേൾക്കാൻ? രാഷ്ട്രീയ ഗോളം തീപ്പൊരി പോലെ തകരുന്നില്ലേ? മതങ്ങൾ തമ്മിൽ അടിക്കുന്നില്ലേ? ദൈവത്തിന്റെ പേരിലല്ലേ അടി? ക്രൈസ്തവർ തമ്മിൽ അടിക്കുന്നില്ലേ? എന്താ കാര്യം? തീവ്രവാദികൾ ലോകം കീഴടക്കിയത് നിങ്ങൾക്കറിയാമോ? തീവ്രവാദികളുടെ കയ്യിൽ ലോകമായി. ഇതെല്ലാം വിളിച്ചു പറഞ്ഞറിയാവോ? മനുഷ്യന്റെ സംസ്കാരം മാറുന്നു. ഒരു കൊടും ഭീകരൻ മരിക്കുമ്പോൾ അവനെ പോലെയുള്ള പൗരന്മാരുടെ വത്തക്കവണ്ണം ലോകം അവന്റെ കീഴിലേക്ക് വരുന്നു. അവൻ വരുമ്പോൾ സകലരെയും അവൻ നിയന്ത്രിക്കും. പ്രത്യേകിച്ച് എന്റെ പ്രധാന വിഷയം 2 സംഭവം നടക്കും. 1, ആകാശത്തിൽ സ്വർഗം ഒരു കാര്യം ഈ തലമുറയിൽ നടത്തും. 2, ഭൂമിയിൽ. നമ്മൾ സമയം നോക്കുന്നു, ക്ലോക്കിലോ വാച്ചിലോ നോക്കുന്ന പോലെ ലോകത്തിന്റെ സമയത്തിന്റെ ഘടികാരമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന ക്ലോക്ക് ഇതാ 12-ൽ കയറുന്നു. 1 മിനിറ്റേ ഉള്ളൂ. എന്താണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത? 5 പ്രത്യേകതയുള്ള ജനം. ഒരു ജാതിക്കോ ഒരു ജനതയ്ക്കോ പ്രത്യേകതയില്ല. 1, വായിക്കാം കുഞ്ഞെ, എബ്രായർ 11:10 വായിക്കാം. എബ്രായർ 11:10 വായിക്കാം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനവും ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. 9-ാം വാക്യം വായിച്ചു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിനും കൂട്ടവാസികളായ ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. 7-ാം വാക്യം വായിച്ചു.
5 പ്രത്യേകത ഇസ്രായേലിന്റെ. വിശ്വാസത്താൽ നോഹ വായിച്ചു. അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലും നീതിക്ക് അവകാശികളായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വായ്ത്തത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വായ്ത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വായ്ത്തത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും. എബ്രായ ലേഖനം 11 8 വായിച്ചേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. 11 വാക്യം വായിക്കാനാ ഞാൻ പറഞ്ഞ മോളത് വായിച്ചില്ല, അതാ കൺഫ്യൂഷൻ ആയത്. വിശ്വാസത്താൽ 11 വായിച്ചേ. 11 വിശ്വാസത്താൽ സാറയും വായ്ത്തത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. അടുത്ത വാക്യം. അതുകൊണ്ട് ഒരുവനെ മൃതപ്രായനെ വായിച്ചു. പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും. മതി. 5 പ്രത്യേകത ഇസ്രായേൽ. 1, മൃതപ്രായൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികൾ. മൃതപ്രായൻ എന്ന് പറഞ്ഞാൽ 99 വയസ്സ് പ്രായമുള്ള അബ്രഹാമാ. ഏത് സമയത്തും മരണം പ്രതീക്ഷിക്കാം. ആ സ്ഥാനത്താണ് പുത്ര ഉൽപാദനത്തിനുള്ള ശക്തി കിട്ടിയത്. 1. 2, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടും. ഇസ്രായേലിന് പേരിട്ടത് ആരാ? യഹോവയാ. 32:28 കാണാം. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ചതുകൊണ്ട് നിനക്ക് ഇസ്രായേൽ ഈ പേരിട്ടത് യഹോവയാ. ഞാൻ വാക്യങ്ങൾ സമയം പോകുന്നുണ്ട് പറഞ്ഞു വിടാം. 3, ഇവർക്ക് മാത്രമേ ഒരു ദേവാലയം പണിയാൻ അനുവാദമുള്ളൂ. വേറെ ക്രൈസ്തവർക്ക് പോലും ഇല്ല. ക്രൈസ്തവർക്ക് ആത്മീയ ഭാഷയിൽ ദേവാലയം നല്ലതാ. നമ്മുടെ ദേവാലയത്തിൽ ആരാധിക്കാൻ പോകുന്നു, പള്ളികളിലും ഹോളുകളിലും. പക്ഷെ ആത്മീയ അർത്ഥത്തിൽ നമ്മുടെ ശരീരമാണ് ദേവാലയം. എന്നാൽ ഇവരോട് പറഞ്ഞു, പുറപ്പാട് 25 കാണാം, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആലയം പണിയണം. 4, ഈ കനാൻ ദേശം ഇവരുടെ നാടല്ല. എനിക്ക് ആ സമയം പറയാൻ സമയമില്ല. കനാൻ നാടെന്ന് പറഞ്ഞാൽ കനാന്യരുടെയാ, ഹാമിന്റെ മക്കളുടെയാ കനാൻ നാട്. പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫെലിസ്തീനരുടെയാ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അതാ. അത് ഹാമിന്റെ മകനായി മിസ്രൈമിന്റെ മക്കളെയാ. പക്ഷെ ഇവർക്കിത് വാഗ്ദത്ത നാടാ. ഉൽപ്പത്തി 15:18 കാണാം, വാഗ്ദത്ത നാടാ. 1, ഇങ്ങനൊരു സന്തതി ജനിക്കാൻ സാധ്യതയില്ല, ജനിപ്പിച്ചു. 2, പേരിട്ടത് യഹോവ. 3, അതിർത്തി തിരിച്ചു കൊടുത്തു. 4, ദേവാലയം പണിയാൻ പറഞ്ഞു. 5, ഇവർക്ക് മാത്രം ദൈവത്തിന്റെ കൈകൊണ്ട് ചട്ടങ്ങളും വിധികളും എഴുതി കൊടുത്തു. ന്യായപ്രമാണം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ അവനാ. ഇത്രയും ബുദ്ധിമുള്ള ജനമില്ല. സകല കണ്ടുപിടുത്തങ്ങളുടെ പുറകിൽ ഒരു യഹൂദനുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 1 വർഷത്തിലപ്പുറം യുദ്ധം നടന്നു. ഹമാസും ഇസ്ബുള്ളയും ഒക്കെ ആയിട്ട്. എന്താ, ഇസ്രായേലിലെ പട്ടാളക്കാരൊന്നും പോയില്ല. കാരണം അതിനകത്ത് ടാങ്കിനകത്ത് അങ്ങ് പട്ടാളക്കാരില്ല, മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ. അവന്റെ ബുദ്ധി. ഏത് കണ്ടുപിടുത്തത്തിന്റെ പുറകിൽ അവനുണ്ട്. കുഴൽക്കിണർ മുതൽ കമ്പ്യൂട്ടർ വരെ അവൻ കണ്ടുപിടിച്ചു, സകല മരുന്നും. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ബുദ്ധികേട് പറ്റി. സ്വന്തത്തിലേക്ക് കർത്താവ് വന്നു, കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായില്ല. അതുമാത്രം അവരുടെ ആത്മീയ അന്ധത. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കത്തില്ല. ഈ വേദപുസ്തകമാണ് ഞാൻ പറയുന്നത്, ലോകത്തിലെ രാഷ്ട്രീയമല്ല. ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം എതിർത്താലും ഇസ്രായേലിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. വേദപുസ്തകം 2 കാര്യം പറയുന്നു. വായിക്കാം. 135 സങ്കീർത്തനം 4 വാക്യം ഒരാൾക്ക് വായിക്കാം. യെരമ്യാ പറഞ്ഞ 31:35 വായിക്കാം. 135 സങ്കീർത്തനം 4 വാക്യം വായിച്ച ആദ്യം. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്നെ നിക്ഷേപമായിട്ടും. ഇസ്രായേൽ ദൈവത്തിന്റെ നിക്ഷേപമാ, തൊടാനൊക്കത്തിൽ ഒരു രാജ്യത്തിനും. അടുത്തത് യെരമ്യാവ് 31:35.
യെരമ്യാവ് 31:35. സൂര്യൻ പകൽ വെളിച്ചത്തിനും, നിങ്ങൾ കേട്ടോണേ, സൂര്യൻ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഈ വ്യവസ്ഥ, ഏത് വ്യവസ്ഥ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. അടുത്ത വാക്യം, എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതി. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടോ ഈ ജനത കാണും, ആർക്കും തൊടാനൊക്കത്തില്ല. പക്ഷേ രക്ഷകനെ ക്രൂശിച്ചതിന് വില കൊടുത്താൽ തീരൂ. സെഖറിയാ പ്രവചനം പറയുന്നു, കുത്തിയവങ്കിലേക്ക് നോക്കേണ്ടി വരുന്നു. ഒരു പ്രവചനം കർത്താവ് പറഞ്ഞു, അത് നിവർത്തിക്കുന്ന തലമുറയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അത് നിവർത്തിക്കണമെങ്കിൽ ഞാനും നിങ്ങളും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം. യോഹന്നാൻ 5:43. യോഹന്നാൻ 5:43. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ദൈവമക്കളെ, ഈ യഹൂദ മത നേതൃത്വങ്ങൾക്ക് അറിയാമായിരുന്നു യേശു ദൈവമാണെന്ന്. മരിച്ചവരെ ഉയർപ്പിച്ചു, പ്രകൃതിയിൽ നിയമം, അധികാരം, കുഷ്ഠരോഗം മാറ്റുന്നു, ഭൂതത്തെ ഓടിക്കുന്നു. ഇനി അതൊന്നും ആയില്ല, ഇവർ നോക്കിക്കൊണ്ടിരുന്നതാ. 5 തെളിവുണ്ട് യേശു ആരാണെന്നുള്ളതിന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുക. ഇന്ന് രാത്രി ശാന്തമായിട്ട് ഞാൻ പ്രസംഗിക്കുക. രക്ഷ പ്രാപിപ്പാൻ നമ്മുടെ ഒരു പാരമ്പര്യവും നമ്മളെ കൊണ്ടുപോകത്തില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ രക്ഷകനായ യേശുവിനെ പിൻപറ്റുക തീരൂ. യേശുവിൽ കൂടി വീണ്ടും ജനിച്ചേ തീരൂ. അല്ലാത്ത ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പൗരത്വം കിട്ടത്തില്ല. അതിനാണ് ഞാനിത് പറയുന്നത്. സ്വർഗത്തിൽ പൗരത്വം വേണമോ? സ്വർഗീയ അതിന് ജനിക്കണം. ഇന്ത്യക്കാരനാണ് ഞാൻ. ഇന്ത്യക്കാരൻ എന്താ? എന്റെ പാസ്പോർട്ടിൽ ഡേറ്റ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്. നിങ്ങളുടെ എല്ലാം പാസ്പോർട്ട് എടുത്താൽ കാണാം എവിടെ ജനിച്ചെന്നുണ്ട്. ഇന്ത്യക്കാരാ, ഇന്ത്യ ജനിച്ചു. അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിലോ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാതെ സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. യഹൂദന്മാർക്ക് പറ്റിയ അപകടം നമുക്ക് പറ്റരുതേ. തീർത്ത കർത്താവ് പറഞ്ഞു, വീണ്ടും ജനിക്കാതെ ആരും വരത്തില്ല. അതാ കർത്താവ് പറഞ്ഞ. കർത്താവ് പറഞ്ഞ, അന്നാളിൽ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതത്തെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗത്തെ സൗഖ്യമാക്കി. ഞാൻ നിന്നെ അറിയുന്നില്ല. എന്റെ വചനം പ്രമാണിക്കാതെ കേട്ടത് കൊണ്ടായില്ല. ശാന്തമായ രാത്രി ഞാൻ പറയട്ടെ സുഹൃത്തേ, തീരാൻ പോവുക. 5 തെളിവുണ്ട് യേശു ദൈവമാണെന്ന് ഇവർക്ക്. 1 വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. ഹേരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ക്രിസ്തുമസ് കാലത്ത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പാടുകയും ചെയ്യുന്ന കാര്യമായി. അടുത്ത വാക്യം. ഹേരോദ രാജാവ് അത് കേട്ടിട്ട് അവൻ യെരൂശലേമിലൊക്കെയും ഭ്രമിച്ചു. ബാക്കി പിന്നെ വായിക്കണം. 3 വിജ്ഞാനികൾ ഒരു നക്ഷത്രത്തിന്റെ രാശിചക്രം നോക്കിയ ഒരു രാജാവ് ജനിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഒരു രാജാവ് ജനിക്കണമെങ്കിൽ അത് ആരായിരിക്കും? ഒരു നക്ഷത്രം തെളിയണമെങ്കിൽ നമുക്കൊന്ന് കാണണം. അങ്ങനെ അവർ യാത്ര ചെയ്തു. അവർ ടോട്ടൽ 2 വർഷം യാത്ര ചെയ്തു. പക്ഷെ സഞ്ചാരം 1 വർഷം. കാരണം നക്ഷത്രമാണ് ഗൈഡൻസ്, വഴികാട്ടി. പകല് നക്ഷത്രമില്ല, പകല് വിശ്രമിക്കും, രാത്രി സഞ്ചരിക്കും. അങ്ങനെ ടോട്ടൽ 2 വർഷം സഞ്ചരിച്ച് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വന്നപ്പം നക്ഷത്രത്തിന് അനക്കമില്ല. നക്ഷത്രം പിന്നെ പോകുന്നില്ല. ഇവർ വിജ്ഞാനികളാ, വിദ്വാന്മാരാ. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെയാ ജനിച്ചിരിക്കുന്നത്. ഉടനെ അവർ അന്വേഷിച്ചു, ഇവിടെ ആരാ താമസിക്കുന്നത്? ഉത്തരം കിട്ടി, യഹൂദന്മാർ. അതുകൊണ്ടാണ് ചെന്ന്. അപ്പം ഒരു രാജാവ് ജനിക്കുന്നത് സ്വാഭാവികമായിട്ട് രാജമന്ദിരത്തിലാണ്. അതുകൊണ്ടാണ് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെ? അല്ലാതെ നക്ഷത്രത്തിൽ ഫ്ലക്സ് ഒന്നുമില്ല, അവരുടെ ബുദ്ധിയാ. ഇനി ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനോടെ. ഇനി ഹെരോദാവ് പറയുന്നത് കേട്ടുകൊള്ളുക. അടുത്ത വാക്യം. ഹേരോദ രാജാവ് അത് കേട്ടിട്ട് അവൻ യെരൂശലേമിലൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ രാജാവ് ജനിച്ചു, തന്റെ സിംഹാസനം പോക്കാം, അതാ ഭ്രമിച്ചത്. ഇനി വിളിച്ചു വരുത്തിയത് ആരെയാ? സാധാരണക്കാരെയല്ല, ജനത്തിന്റെ ആത്മീയ നേതൃത്വത്തെ. അടുത്ത വാക്യം.
ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത്? ദൈവമക്കളെ, യഹൂദന്മാരുടെ രാജാവ് എവിടെയെന്നാ ഈ വിദ്വാന്മാര് ചോദിച്ചത്. ഹെരോദാവ് ചോദിച്ചത് കേട്ടോ, ക്രിസ്തു എവിടെ? അപ്പോൾ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്നു. ഇനി ഉത്തരം അടുത്ത വാക്യം വായിച്ചു. അവർ അവനോട് യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. ഞങ്ങൾക്കറിയാം, മീകാപ്രവചനം 5-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീയോ ബേത്ലഹേമേ, നീ യഹൂദ ഗോത്രത്തിൽ ഒട്ടും ചെറുതല്ല, നിന്റെ ജനത്തെ മേയ്പ്പാനുള്ളൻ അവിടെ നിന്ന് വരും. 2, എങ്ങനെ ജനിക്കും? യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പേ യെശയ്യാവ് പറഞ്ഞു, കന്യക ഗർഭിണിയായി പ്രസവിക്കും. 3, അങ്ങനെ ഒരു സംഭവം നടന്നാൽ റിയാക്ഷൻ. യെരമ്യാവ് 31:15 പറഞ്ഞു, 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലും. 4-ാമത്തെ തെളിവ്, എല്ലാ രാജാക്കന്മാരും കുതിരപ്പുറത്ത് പോകുന്നെങ്കിൽ യേശു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് സക്കറിയാവ് പറഞ്ഞു, സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതക്കുട്ടിമേൽ കയറി വരും. സക്കറിയാവ് 9:9. 5, യേശു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് സക്കറിയാവ് പറഞ്ഞു 11:12, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. അപ്പൊ ഇവർക്കറിയാം, ഇവർ യേശുവിനെ തള്ളി പറഞ്ഞു. അതാ 5:41 യോഹന്നാനി പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. എതിർ ക്രിസ്തു ഇതാ വരാൻ പോകുന്നു. 2 സംഭവം ഞാൻ പറഞ്ഞല്ലോ. വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരത്തെ തൊടാൻ പിശാചിനെ അനുവദിക്കത്തില്ല. ഇത് വില കൊടുത്ത് മേടിച്ചതാ യേശുവിന്റെ രക്തം കൊണ്ട്. അതുകൊണ്ട് ഈ സഭയെ എടുത്തേ തീരൂ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടത് നിങ്ങളെ ചേർക്കും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് അവൻ രക്ഷിതാവായി വരും. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ശ്രദ്ധിച്ചല്ലോ. 1, സഭ എടുക്കപ്പെടണം. അതിന്റെ കാരണം ഞാൻ വേഗം പറയാം. 2, എതിർ ക്രിസ്തുവിനെ യഹൂദന്മാർ സ്വീകരിച്ചേ തീരൂ. 1 വർഷത്തിന് മേലായില്ലേ യുദ്ധം. എല്ലാവരും വിചാരിച്ച് ഇപ്പൊ പൊടിയാക്കുമെന്നാ. ഇല്ല, തീർന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കയറി കഴിഞ്ഞ പറഞ്ഞൊരു വാർത്ത വന്നു, ഗസ എല്ലാം അവര് കൈയടക്കുന്നു. ഒന്നും നടക്കത്തില്ല. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന യഹൂദന്റെ കാര്യം 10 കാര്യം. സമയമുണ്ടെങ്കിൽ പറയാൻ ഞാൻ നിർത്താവില്ലെങ്കിൽ. എതിർ ക്രിസ്തുവിനെ സ്വീകരിച്ചേ തീരൂ. ഇവന്റെ കൈ കുഴയണം. ഇവന്റെ കൈ കുഴയുമ്പോൾ അവൻ വരും, അവനെ സ്വീകരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ യുദ്ധം മൂത്തപ്പോൾ ഇസ്രായേൽ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും അറിയാമല്ല, ഒത്തിരി നിരീക്ഷിക്കുന്നവർക്ക് പിടികിട്ടത്തുള്ളൂ. അവരൗദ്യോഗികമായി പറഞ്ഞത്, ഞങ്ങളെ മാന്തി 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 ഞങ്ങൾക്ക് നിക്കക്കള്ളിയില്ലാതെ വന്നാൽ ഞങ്ങളുടെ കയ്യിലൊരു സാധനമുണ്ട്, അത് ഞങ്ങൾ പ്രയോഗിക്കും. അതിനവരിട്ടിരിക്കുന്ന പേരാണ് സാംസൺ ഓപ്ഷൻ. എന്താണെന്നറിയാമോ? സാംസൺ, മലയാളത്തിൽ ശിംശോൻ. ഫെലിസ്ത്യരെ പിടിച്ചുകൊണ്ടുപോയി കണ്ണും കുത്തി പൊട്ടിച്ച് അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഡാൻസ് ചെയ്യാൻ നിർത്തിയപ്പോൾ ശിംശോൻ പ്രാർത്ഥിച്ച്, ദൈവമേ, എന്റെ കണ്ണിന് പകരം ചെയ്യാൻ നിന്റെ ശക്തി എനിക്ക് ഒരിക്കൽ കൂടി തരണമെന്ന് പറഞ്ഞു. ദൈവം ശക്തി കൊടുത്തെങ്കിൽ തന്റെ 2 കൈയും കൊണ്ട് അവരുടെ കെട്ടിടത്തിന്റെ പടുകൂറ്റം കെട്ടിടത്തിന്റെ 2 തൂണും തള്ളി താൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനവും ചത്തൊടുങ്ങി. അതുപോലെ സമാനമായ അമേരിക്കയ്ക്ക് പോലും അറിയാൻ മേലാത്ത അതിശക്തമായ ഒരാറ്റമായുധം അവരുടെ കയ്യിലിരിപ്പുണ്ട്. അവർ പറയുന്നു, നിക്കക്കള്ളിയില്ലാതെ വന്നാൽ ഞങ്ങളത് പ്രയോഗിക്കും. അതിനു മുമ്പ് സഭയെടുക്കപ്പെടും. എങ്ങനെ സഭയെടുക്കപ്പെടും? കാലാവസ്ഥ മാറുന്നതിന്റെ കാരണം സഭയെടുക്കപ്പെടുവാൻ പോവുകയാണ്. ഈ ചൂട് കൂടുന്നതിന്റെ പ്രധാന കാരണം സഭയെടുക്കപ്പെടാൻ ചൂട് കൂടണോ? കൂടണം. ഭൂമിക്ക് 20 ഡിഗ്രി ചൂട് മതി. 25 ഡിഗ്രി കൊണ്ട് നമുക്ക് മഴ കിട്ടും. സമുദ്രം ബാഷ്പീകരിക്കാൻ 25 ഡിഗ്രി മതി. 25 ഡിഗ്രി കൊണ്ട് ഇഷ്ടം പോലെ 30 ഡിഗ്രി കൊണ്ട് മഴ കിട്ടും.
നിങ്ങൾക്കറിയാമോ, സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നതിനാൽ ഇപ്പോൾ 70 ഡിഗ്രിയോട് അടുക്കുകയാണ്. സമുദ്രം, നമ്മൾ കാണുന്ന കടലല്ല അടി. കടൽ 3 ഭാഗമാണ്. എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ എന്ന് പറയും. മേലത്തെ 300 മീറ്ററിലെ ഓക്സിജൻ ഉള്ളത് എപ്പിലിമിയോൺ. രണ്ടാമത്തത് മറ്റൊരു ഡെൻസിറ്റി സാന്ദ്രത പൈക്ലോക്ലൈൻ. ആഴക്കടലിന്റെ ശാസ്ത്രീയ പേര ഹൈപ്പോലിമിയോൺ. കാരണം കടലിന്റെ അടിയിലെ പ്രഷർ കരയേക്കാൾ 700 മടങ്ങാം. കാരണം കടലിന്റെ അടിയിൽ 5 കിലോമീറ്റർ പോയാൽ സജീവമായ അഗ്നിപർവ്വതമുണ്ട്. അത് പൊട്ടിയാൽ 6000 ഡിഗ്രിയിൽ മാഗ്മ തിളച്ചു കയറി വരും. അത് വരാതിരിക്കാൻ സഹോദരിമാർ വിനാഗിരി കോർക്കിട്ട് അടയ്ക്കുന്നത് പോലെ കടലിന് ദൈവം പ്രഷർ കൊടുത്തതാണ് ഈ 3. പക്ഷെങ്കിൽ ശാസ്ത്രം ഭയപ്പെടുന്നു. സൂര്യന്റെ ചൂട് കൂടിയാൽ കടലയും. ഒരു വാക്യം എടുത്തു വെച്ചേക്കണം മോളെ, യെരമ്യാ 25. 998 ആരും ശ്രദ്ധിച്ചില്ല. തെക്കൻ അമേരിക്കയിലെ ഇക്വഡോറിൽ ചൂട് കൂടി, ഒറ്റ അഗ്നിപർവ്വതം പൊട്ടി. കടലിനടിയിൽ 6000 ഡിഗ്രിയിൽ മാഗ്മ വെളിയിലോട്ട് വന്ന് തിളയ്ക്കുന്നതാ. പസഫിക് സമുദ്രത്തിലോട്ട് കയറി. ഭൂമി കിഴക്കോട്ട് കറങ്ങുകയല്ലേ, അത് അറ്റ്ലാന്റിക് കയറി 2-3 വർഷം കൊണ്ട് ഇന്ത്യൻ സമുദ്രത്തിൽ വന്നു. നമ്മുടെ ശ്രീലങ്ക വഴി അങ്ങോട്ട് കിഴക്കോട്ട് പോയി. 2004 ഡിസംബർ 26 ഇന്തോനേഷ്യ ചെന്ന് അവിടെ കറങ്ങി. അതവിടെ സ്റ്റിക്കായി. 12 ഫലം. അവിടെ റിക്ടർ സ്കെയിലിൽ 9.9 ഭൂകമ്പം അടിച്ചു. സുനാമി. മലയാളി ഉൾപ്പെടെ 3 ലക്ഷം പേർ മരിച്ചു. ഒറ്റ അഗ്നിപർവ്വതം. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം പറയുന്നു, ഇതുപോലെ ചൂട് കൂടിയാൽ ഏത് സമയത്തും മേഘങ്ങൾ അതിശക്തമായ ചുഴലിക്കാറ്റുണ്ടാകാം. കാരണം സൂര്യപ്രകാശം ചൂട് കൂടുമ്പോൾ മേഘങ്ങൾ, പല മേഘങ്ങളുണ്ട്. സീറസ്, സ്ട്രാറ്റസ്, നിംബോസ്ട്രാറ്റസ്, ഇതെല്ലാം കൂടെ കയറിക്കഴിഞ്ഞാൽ ആകാശത്തിൽ ചുഴറ്റിയടിച്ചാൽ പ്ലെയിനേക്കാൾ സ്പീഡിൽ ശക്തമായ ചുഴലിക്കാറ്റ് വരും. ആ ചുഴലിക്കാറ്റ് വന്നാൽ അവർ പറയുന്നു കടല് കരയാകും, കര കടലാകും. ഇനിയും 2600 വർഷം മുമ്പേ യെരമ്യാ പ്രവാചകൻ വെളിപ്പെടുത്തി. വായിക്കാം 25:31. യെരമ്യാ 25:31. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനെ ഏൽപ്പിക്കും. അടുത്ത വാക്യം. എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് പുറപ്പെടുന്നു. ദൈവമക്കൾക്കല്ല, രക്ഷയുടെ അനുഭവർക്കല്ല, അനർത്ഥം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് വരുന്നു. അടുത്ത വാക്യം. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെ കുറിച്ച് ആരും വിലപിക്കത്തില്ല. അവരെ എടുത്ത് കുഴിച്ചിടത്തില്ല. അവർ നിലത്ത് തന്നെ ശവം അവിടെ അഴുകിച്ചേരും. ഇവിടെ കിടന്ന് കൃപിച്ചതാരും. എന്താണ്? ഏലിയാവിനെ സ്വീകരിക്കാൻ ചുഴലിക്കാറ്റ് വന്നെന്ന് നമുക്കറിയാം. അതുപോലെ അതിശക്തമായ ചുഴലിക്കാറ്റ് ഭൂമിയെ ചുഴറ്റുമ്പോൾ ആമേൻ, കോടിക്കണക്കിന് ജനം തകരും. കെട്ടിടങ്ങൾ താഴെ വരും. വൈദ്യുതി ബന്ധം തീരും. ഇലക്ട്രിക് ടവർ താഴെ വരും. ടെലിഫോൺ കാണത്തില്ല. ഇന്റർനെറ്റ് പോകും. ഭൂമി പിളരും. അഭിഷേകമുള്ള ദൈവമക്കൾ കണ്ണിമയ്ക്കെതിരെ സ്വർഗത്തിലേക്ക് എടുക്കും. കർത്താവ് വന്നാണെന്ന് ആരും വിചാരിക്കത്തില്ല. നേരത്തെ അവധി വരും. ശാസ്ത്രജ്ഞന്മാർ, പ്രകൃതി മെട്രോളജിസ്റ്റ്, കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് തരും. അതിശക്തമായ ചുഴലിക്കാറ്റ്. ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ഗവൺമെന്റും അവധി കൊടുക്കും 2 ദിവസത്തേക്ക്. പലർക്കും സന്തോഷമായിരിക്കും. അവധി ഘോഷിക്കാനുള്ള സാധനവും മേടിച്ച് വീട്ടിൽ ടിവിയുടെ മുമ്പിലിരിക്കും. ആത്മീയർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവിന്റെ ഗംഭീരനാദം പർദീസ തുറക്കും. ക്രിസ്തുവിൽ മരിച്ചൊരിങ്ങി വരും. ദൈവത്തിന്റെ കാഹളം, അഭിഷേകത്തിന്റെ ശക്തിയുള്ളവർ മാത്രം കേൾക്കും. അവർ രൂപാന്തരപ്പെടും. ആ കൊടുങ്കാറ്റിൽ കെട്ടിടങ്ങൾ കടപുഴി താഴെ വരും. കപ്പ പറിക്കുന്നത് പോലെ 100 നില മന്ദിരോ 200 മന്ദിരോ താഴെ വരും. ടവറുകൾ താഴെ വരും. അണക്കെട്ടുകൾ പൊട്ടും. വൈദ്യുതി നിലങ്ങൾക്ക് എത്തിപ്പോകും. ഈ ഭൂമി ശവപ്പറമ്പാകും. അപ്പോൾ ആരും വിചാരിക്കത്തില്ല കർത്താവ് വന്നു. തോമാച്ചൻ എവിടെ? ടാർസൻ എവിടെ? ആരും അന്വേഷിക്കത്തില്ല. വലിയ അനർത്ഥം. കർത്താവിനൊരു വാക്ക് പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു.
അപ്പോഴാണ് അതിന്റെ കൂടാണ് ഇസ്രായേൽ ഒരൊറ്റയടി സാംസൺ ഓപ്ഷൻ. അവനും തകരുമ്പോൾ എതിർ ക്രിസ്തു വരും, സ്വീകരിക്കും, ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ യെരുശലേം നഗരം കൈവിട്ടു പോകും. വേദപുസ്തകമാണ് ഞാൻ ഈ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 11:2 മാത്രം വേഗം വായിക്കാം. വെളിപ്പാട് 11:2 ഉടമ്പടിയാ. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം, സമയം പോയല്ലോ. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന 3 മതങ്ങളുടെ പുണ്യഭൂമിയാണ് യെരുശലേം. ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. ക്രൈസ്തവർക്ക് 10 പ്രത്യേകതയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വിശുദ്ധ ഭൂമി എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഗതി വരാൻ പോകുന്ന നിങ്ങളുടെ മുമ്പിൽ അതുകൂടെ സമർത്ഥിച്ചിട്ട് ഞാൻ ഇരിക്കാം. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന 3 മതങ്ങളിൽ യഹൂദന്റെ പ്രത്യേകത അവരുടെ രാജധാനിയാണ് യെരുശലേം. യെരുശലേമേ, നിന്നെ മറന്ന ഞങ്ങളുടെ വലം കൈ മറക്കട്ടെന്ന. അവരുടെ യാഗം കഴിക്കാൻ, ദേവാലയം പണിയാൻ ലോകത്തിൽ അനുവാദമുള്ള ഒരൊറ്റ സ്ഥലം യെരുശലേം. 3, അവരുടെ ആണ്ടറതി, പാസ് ഓവർ, പെസഹ നടത്തേണ്ടത് യെരുശലേം. ഇനി ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞാൽ 10 പ്രത്യേകതയുണ്ട് ക്രൈസ്തവർക്ക്, സഭാവ്യത്യാസമില്ലാതെ. നമ്മുടെ കർത്താവായ യേശു രാജാവായി കഴുതമേൽ കയറിയ ഏക പട്ടണം യെരുശലേം. നമ്മുടെ കർത്താവിനെ അറസ്റ്റ് ചെയ്തതും ശിക്ഷിച്ചതും ക്രൂശിച്ചതും യെരുശലേം. നമ്മുടെ കർത്താവിന്റെ ഭൗതിക ശരീരം അടക്കിയത് യെരുശലേം. 4, നമ്മുടെ കർത്താവിന്റെ ശരീരം ഉയർത്തത് യെരുശലേം. 5, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് യെരുശലേം, ഒലിവുമല, അറിയാമല്ലോ നിങ്ങൾക്ക്. 6, പരിശുദ്ധാത്മാവിനെ അയച്ചത് യെരുശലേം. 7, ക്രൈസ്തവ സഭ ആരംഭിച്ചത് റോമിലോ അന്ത്യോക്യയിലോ ഒന്നും അല്ല, ജെറുസലേമിൽ. 8, ക്രൈസ്തവ സഭയ്ക്ക് ആദ്യമേ പീഡനം ആരംഭിച്ചതും ജെറുസലേം. 9, ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് പെടഞ്ഞു മരിച്ചത് ജെറുസലേം. 10, യഹൂദന്മാരില്ലാത്ത എന്നെയും നിങ്ങളെയും ക്രിസ്തു മതത്തിൽ ചേർക്കാമെന്ന ആ തീരുമാനം കർത്താവ് പറഞ്ഞത് അപ്പോസ്തലന്മാർ കൈക്കൊണ്ട സുന്നകദോസ് 1 യെരുശലേം, ഉന്നകദോസ്, അപ്പോസ്തലർ പ്രവൃത്തി 15 ജെറുസലേം. കേട്ടല്ലോ. ഈ 10 പ്രത്യേകത ഉള്ള സ്ഥലത്തെ കുറിച്ച് കേട്ടോ. ജാതികൾക്ക് കൊടുത്തു. ജാതികൾ പിടിച്ചെടുത്തെന്നല്ല, സെറ്റിൽമെന്റ് വെക്കുന്നത് ക്രിസ്തു. ജെറുസലേം കൊടുക്കും, പകരം ദേവാലയം പണിയിച്ചു കൊടുക്കും. അത് കഴിഞ്ഞൊരു പരിപാടിയുണ്ട്, അത് വിശദീകരിക്കാൻ അല്പസമയം വേണ്ടിയോട് ഞാൻ എടുക്കണോ ചിന്തിക്കുന്നില്ല. ലോകത്തിലുള്ളവരെല്ലാം ഇവനെ ദൈവമാണെന്ന് അംഗീകരിക്കണം. വായിക്കാം. വെളിപ്പാട് 13:14. അല്പം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. വെളിപ്പാട് 13:14. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്തത്, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനോ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമയെ എല്ലാവരും നമസ്കരിക്കേണ്ടി വരും. 990-95കളിൽ ഞങ്ങൾ പ്രസംഗിച്ച് ഇപ്പോൾ നമ്മുടെ എല്ലാം വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട്, അത് മാറുമെന്ന് പറഞ്ഞപ്പോ എന്നെയും പരിഹസിച്ചവരുണ്ട്. ഇന്ന് അവരുടെ എല്ലാം വീട്ടിൽ നിന്ന് അത് മാറി മൊബൈലായി. ഇപ്പൊ നമ്മുടെ എല്ലാം കൈ മൊബൈലില്ലേ? സ്വന്തമായിട്ട് മൊബൈലുള്ളവരെല്ലാം കൈ പൊക്കിക്കേ, മൊബൈൽ കാണിക്കണം, ഒന്ന് കൈ ഉയർത്തിക്കേ, ഇല്ലേ? ഓക്കെ. എന്നാൽ ഈ മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്നും മാറാൻ പോകുന്നു. നിങ്ങൾക്കൊരു പുതിയ വാർത്തയായിരിക്കാം. ഈ ഇന്റർനാഷണൽ ചാറ്റിംഗ് നടത്തുന്ന ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാവ് സുക്കർബർഗ് എന്ന് പറയും. അദ്ദേഹം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, മൊബൈൽ ഫോൺ ഇനി വേണ്ട, വേറൊരു സിസ്റ്റത്തിലേക്ക് കയറാൻ പോവുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 3 കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റ് ഫാക്ട്, 3 RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ദൈവദാസന്റെ മനസ്സിലെ ചിന്തകൾ എനിക്കറിയാം, എന്റെ ചിന്തകളെ അദ്ദേഹത്തെ അറിയിക്കാം. സാധാരണക്കാർ വിചാരിക്കും നടക്കത്തില്ല, നടക്കാൻ പോകുന്നു. ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാവ് പറഞ്ഞിട്ട് 2 ദിവസങ്ങളേ ആയുള്ളൂ. മൊബൈൽ ഫോൺ ഞങ്ങൾ മാറ്റും, അതൊന്നും വേണ്ട, കൊണ്ടു നടക്കണ്ട. പ്രത്യേക സംവിധാനം ശരീരത്തിൽ വരും. ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ കുഞ്ഞമ്മയ്ക്ക് അന്നമ്മയോടും, അന്നമ്മയ്ക്ക് കുഞ്ഞമ്മയോടും, കുഞ്ഞത്തിനും അന്നമ്മയോടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാവുന്ന കാലം വരുന്നു. അപ്പോൾ ഇവന്റെ പ്രതിമയെ നമസ്കരിക്കേണ്ടി വരും. അടുത്തത്, യഹൂദന് പീഡ വരും.
വെളിപ്പാട് പുസ്തകം 11 പറയുന്നു, 2 സാക്ഷികളുടെ ശവം അവിടെ കിടക്കും. നിങ്ങൾക്കറിയാം, ആരുമായിക്കൊള്ളട്ടെ, അവരുടെ ശവം ലോകം മുഴുവൻ TV വഴി കാണും. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവിന്റെ വരവെടുക്കാറായോ നിങ്ങൾ ചിന്തിക്കുക. എല്ലാവരും മൊബൈലുള്ളവരെടുത്തോ. ഇത് സത്യമാണെന്ന് തെളിയിക്കാനാ. വീടുകളിൽ മൊബൈൽ ഉപയോഗിക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓൺ ചെയ്യുക. 2000 വർഷം മുമ്പത്തെ പ്രവചനം നിങ്ങളുടെ കൺമുമ്പിൽ തെളിയിച്ച് കാണിക്കാം. 2 സാക്ഷികൾ വരും. ആ സാക്ഷികളുടെ ശവം അവിടെ കിടക്കും. ജെറുസലേമിന്റെ തെരുവീതിയിൽ ലോകത്തിലുള്ളവരെല്ലാം ശവം കാണും. വെളിപ്പാട് 11:8 വായിക്കാം. ഇനി ഇതൊരു തെളിവിനപ്പുറം ഈ ദേശത്തിന് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വായിക്കാം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്ന മിസ്രയീം എന്ന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ജെറുസലേമിന്റെ വീതി കിടക്കും. അടുത്ത വാക്യം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ലോകത്തിൽ മുഴുവൻ ഇത് കാണാം, TV വഴിയോ മൊബൈൽ വഴിയോ. എന്നാൽ അതല്ല എന്റെ വിഷയം. ദേവദാസന്മാരുടെ മൊബൈലില്ലേ, ഗൂഗിൾ ഉണ്ടോ? ഒന്ന് എടുത്ത് ഇത് പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കണ്ടേ. വെളിപ്പാട് 11:8 ഒന്നുകൂടെ വായിച്ചേ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ. യെരൂശലേം എന്ന് പറയുന്ന മഹാനഗരം കർത്താവ് ക്രൂശിക്കപ്പെട്ടത്, അതിന്റെ പേര് കേട്ടോ, ആത്മീയമായി സോദോം. ഞാൻ മുമ്പേ പറഞ്ഞു, എന്താണ് സോദോം? വചനവിരുദ്ധമായി സ്വവർഗവേഴ്ച നടത്തുന്നവർ. വചനവിരുദ്ധമായി സ്വവർഗവേഴ്ച നടത്തുന്ന ക്യാരക്ടറാണ് സോദോം. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഗേ. ഇനി നിങ്ങൾ മൊബൈൽ ഗൂഗിളിൽ അടിച്ചേ, ജെറുസലേം ഗേ പരേഡ് 2024 എന്ന് അടിച്ചിട്ട് കിട്ടുന്ന പടം ഒന്ന് എടുത്തേ. ജെറുസലേം ഗേ പരേഡ് GEY. ആരെങ്കിലും എടുത്തേ. ജെറുസലേം ഗേ പരേഡ് 2024. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ദയവായിട്ട് കൈ കാണിക്കണം. അവരവരുടെ മൊബൈൽ എടുത്ത് ജെറുസലേം, ഇതിനകത്തില്ലേ ഗൂഗിൾ, ജെറുസലേം അവിടെ ഗൂഗിളില്ലേ, ജെറുസലേം ഗേ പരേഡ് എടുത്തവരാരെങ്കിലും ഉണ്ടോ? ഇനി ഇതിപ്പോ ഒരു തെളിവ് നിങ്ങൾക്ക് വേണമോ? 2000-ൽ പരം പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഹമാസിന്റെ ആക്രമണത്തെ ഭയപ്പെട്ട് പോലീസ് പ്രൊട്ടക്ഷൻ നേടി 2000 യഹൂദന്മാരായ ഗേ സോദോം സ്വഭാവക്കാർ അവരുടെ ചിഹ്നമായ 7 നിറമുള്ള കൊടിയുമായി ജെറുസലേമിന്റെ തെരുവീതിയിൽ കൂടി നടന്നേച്ച് പറയുന്നു, ഞങ്ങളുടെ പട്ടണം ഞങ്ങളുടെ ഗേ സിറ്റി ആണെന്ന് അവർ പറയുമ്പോൾ 2000 വർഷം മുമ്പ് പറഞ്ഞു, ആ പട്ടണത്തിന് ഈ പേര് കിട്ടും. അങ്ങനെയെങ്കിൽ സഭയെടുക്കപ്പെടേണ്ട സമയം 12-ാം മണിക്കൂറായി. ഇനി ഒരു തെളിവിന്റെ ആവശ്യമില്ല. ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. മൊബൈൽ ഫോൺ മാറാൻ പോവുകയാണ്. മനസ്സിന്റെ റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ് എന്ന് പറയും. ആരെയും കൺട്രോൾ ചെയ്യാൻ കമ്പ്യൂട്ടർ ചിപ്പ് ധരിപ്പിച്ചാൽ ഒരുവൻ എല്ലാവരെയും നിയന്ത്രിക്കും. യെരുശലേമിന് ആ പേര് കിട്ടിക്കഴിഞ്ഞു. അവ 2 ശവോടെ കിടക്കണം. അതിനു മുമ്പ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എടുക്കപ്പെടണം. കണ്ണുകളടയ്ക്കാം, ഒന്ന് സമർപ്പിക്കാം. ഗായക സംഘം മുന്നോട്ട് വരണം. നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളാ, മതത്തിൽപ്പെട്ട ആളാ, ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എക്കണോമിയോ സൗന്ദര്യമോ കുടുംബ പാരമ്പര്യമോ അറിവോ അല്ല. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടും ജനിച്ച് സ്വർഗത്തിൽ പൗരത്വമുണ്ടെങ്കിൽ ഈ തലമുറയിൽ നിങ്ങൾ എടുക്കപ്പെടും. ഇല്ലെങ്കിൽ ഈ തലമുറയിൽ അധർമ്മമൂർത്തി, നാശയോഗ്യൻ, സാത്താൻ, പിശാച് ഈ ലോകം ഭരിക്കും. അവന്റെ കീഴിൽ അമരേണ്ടി വരും. ലോകം തകരും. കണ്ണുകളടയ്ക്കാം.